അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏതാണ് അടുത്ത ചാപ്റ്റർ? ഓവർഹെഡ്. സോ ഓവർഹെഡ് നിങ്ങൾ വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ വർഷം പറയുന്ന പോലെ തന്നെ ഇത് റെഗുലർ ക്ലാസ് അല്ല, നിങ്ങളുടെ റീസൺ ക്ലാസ് ആണ്. പ്ലസ് 4 പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ. സോ ഓവർഹെഡ് എന്താണ് ഓവർഹെഡ് പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരുന്നു നമ്മൾ എന്താണ് പറയുന്നത് ഓവർഹെഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ എന്താണ് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസുകളായിരുന്നു നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ചെലവുകളെ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് ചാർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 4 സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയാണോ 4 സ്റ്റെപ്സ്? കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ദെൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നെക്സ്റ്റ് വന്ന് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ് വരുന്നത്? അബ്സോർപ്ഷൻ. അപ്പോൾ ഈ 4 സ്റ്റെപ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 4 സ്റ്റെപ്സിലാണ് നമ്മൾ പ്രൊഡക്റ്റിലോട്ട് ഓവർ ഹെഡ് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ പറയുന്ന സെയിം എക്സാമ്പിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യണം? ഗ്യാസ്, ചായക്കടയിൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൻ്റെ റീസൺ എന്താണ്? ചായക്കടയിൽ നമ്മൾ ചായ മാത്രമല്ല ഉണ്ടാക്കുക, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും? പൊരിക്കലുകൾ ഉണ്ടാക്കുന്നുണ്ടാവും, ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, മുൻഷ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റിനാണോ ഉപയോഗിക്കുന്നത്? അല്ല, അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യണം? ചായയിലോട്ട് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തിന് ഗ്യാസിന് വരുന്നത് 2000 rupees ആണ് വരുന്നത്. ഗ്യാസ് പ്രവർത്തിപ്പിക്കുന്നത് ലെറ്റ്സ് 400 hours ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ കോസ്റ്റ് എത്രയാണ് കിട്ടുന്നത്? 2000 divided by 400. ഓക്കെ, എത്ര കിട്ടും നിങ്ങൾക്ക്? 5 രൂപയാണ് ചെയ്യുന്നത്. 2000 divided by 400 എത്രയാണ് കിട്ടുന്നത്? 5 ആണ് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് 1 hour ആണ് എന്ത് ചെയ്യുന്നത്? പാല് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചായയുടെ കോസ്റ്റ്, ചായയുടെ ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 into 5 എത്രയാണ് കിട്ടുന്നത്? 5. ഇത് നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ചായക്കടയിലോട്ട് വന്നു. ഏതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എന്നുള്ളത് എന്ത് ചെയ്തു? ലൈൻ ബൈ ലൈൻ എഴുതി വെക്കുക. അപ്പോൾ ഗ്യാസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇലക്ട്രിസിറ്റി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ഓരോരോ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. നെക്സ്റ്റ് വന്നു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓവർ ഹെഡിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടും അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണ് എന്ന് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്ടറിക്കകത്ത് 2 ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പിന്നെ അതുണ്ടാവും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടും സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടും ഓവർ ഹെഡിനെ അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് അലോക്കേറ്റ് ചെയ്യുന്നത്? ഇത് അലോക്കേറ്റ് ചെയ്യുന്നത് റേഷ്യോ ഓർ ബേസിസ്. എന്തിന്റെ? ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ് ഡിവൈഡ്. അതായത് അവർക്ക് എത്രയാണോ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് അതിന്റെ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിളിനെ ഫിക്സായിട്ട് എന്ന് പറയുകയാണെങ്കിൽ വെച്ച് നമുക്കൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിക്കകത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 3, ദെൻ ഇത് കംപ്ലീറ്റ് നമ്മുടെ ക്യാൻറ്റീനാണ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റെന്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ ഈ 10,000 റെന്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടും. ആരൊക്കെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്? P1, P2, P3. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആരൊക്കെയാണ്? ക്യാൻറ്റീനും റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. അപ്പോൾ ഈ 10,000 നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും സർവീസ് ഡിപ്പാർട്ട്മെന്റിനും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിൽ? ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്തത്. അത് അവരെടുക്കുന്ന ബെനിഫിറ്റിന്റെ ബേസിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെന്റ് എന്ന് പറയുന്ന ചെലവ് നമ്മൾ എന്തിന്റെ ബേസിലാണ് അലോക്കേറ്റ് ചെയ്യുക? ഏരിയയുടെ ബേസിൽ. അപ്പോൾ P1 ഒക്യൂർ ചെയ്യുന്നത്, ഓക്കെ, ഇത് ലെറ്റ്സ് ടോട്ടൽ 1000 square feet ആണ് ചെയ്യുന്നത് ഏരിയ വരുന്നത്. P1 ഒക്യൂർ ചെയ്യുന്നത് 250, ഇവിടെ 200, ഇവിടെ 50, ദെൻ ക്യാൻറ്റീൻ ആണെങ്കിലോ 350, ദെൻ ഇവിടെ 250. സോ ടോട്ടൽ 1000 square feet വരും. അപ്പോൾ ഈ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് എല്ലാവർക്കും. ദെൻ നെക്സ്റ്റ് വന്ന് എന്താണ് വരുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ P1, P2, P3, ദെൻ ക്യാൻറ്റീൻ, ദെൻ നെക്സ്റ്റ് ആരായിരുന്നു?
റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. അപ്പോൾ ഈ ക്യാൻറ്റീനും റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, അലോ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ S1 S2. S1 വീണ്ടും നമ്മൾ ആർക്ക് അലോക്കേറ്റ് ചെയ്യണം, T1 T2 T3. ദെൻ S2 വീണ്ടും നമ്മൾ ആർക്ക് അലോക്കേറ്റ് ചെയ്യണം, T1 T2 T3. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈപ്സുകളുണ്ട്, അത് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, 4 സ്റ്റെപ്സിന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ് വരുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1ഉം സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1ഉം 2ലും ഉള്ള എമൗണ്ട് ആർക്ക് കൊടുക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കും. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്താക്കും, ഓവർ ഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇതൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് വെച്ച് വെക്കുന്നുണ്ടോ. അപ്പം അബ്സോർപ്ഷനിൽ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഒരു യൂണിറ്റിന്റെ ചിലവ് എത്രയും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോരോ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെയാണോ? സോ ജസ്റ്റ് ഒരു സമ്മറി വരാണെങ്കിൽ, ഫാക്ടറി റെന്റ്, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾ ആക്കി എടുക്കുന്നത്. ഫാക്ടറി റെന്റ്, സൂപ്പർവൈസർ സാലറി, ഡിപ്രിസിയേഷൻ, റിപ്പയർ മെയിൻ്റെനൻസ്. ആദ്യം തന്നെ ഫസ്റ്റ് എന്താ ചെയ്യാനുള്ളത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആർക്കൊക്കെ കൊടുക്കും, T1 T2 T3 S1 S2. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, S1നെയും S2നെയും നമ്മൾ ആർക്ക് അലോക്കേറ്റ് ചെയ്യാം, T1 T2 T3 ചെയ്യണം, അലോക്കേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് T1 T2 T3 നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഒരു യൂണിറ്റിന്റെ ചിലവൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരുന്നത്, നൈറ്റ് ലേഡീസ്, കിഡ്സ്, കൂട്ടുകാർ, ഓരോന്നിലോട്ടും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 4 സ്റ്റെപ്സ് വരുന്നത്. ഒന്നുകൂടെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് 4 സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് വണ് ക്ലാസിഫിക്കേഷൻ, ദെൻ നെക്സ്റ്റ് വണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ലാസ്റ്റ് വണ് അബ്സോർപ്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മുടെ ഏരിയയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും പഠിക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് വരുന്നത്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെപ്പ് മെത്തേഡ്, റെസിപ്രോക്കൽ മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനും സ്റ്റെപ്പ്, റെസിപ്രോക്കൽ. ദെൻ റെസിപ്രോക്കലിനെ 3 ക്ലാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനും സൈമൾട്ടേനിയസ് സിറ്റുവേഷൻ, ദെൻ ലാസ്റ്റ് വൺ വരുന്നത് സൈലന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, വെൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സർവീസ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ആർക്ക് മാത്രമേ ഇവർ സർവീസ് കൊടുക്കുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സർവീസ് കൊടുക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ S1 ഉണ്ട്, S2 ഉണ്ട്. S1 ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. S2 ഉണ്ട്, S2 ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. S1 S2 കൊടുക്കുന്നുണ്ടോ, ഇല്ല. S2 S1 കൊടുക്കുന്നുണ്ടോ, ഇല്ല. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പം ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നെങ്കിൽ റേഷ്യോ അല്ലാന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈസിലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്താൽ മതി, അലോക്കേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് വന്ന് സ്റ്റെപ്പ് മെത്തേഡ് ഫോർ നോൺ റെസിപ്രോക്കൽ മെത്തേഡ്. സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് നോൺ റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ S1 ആർക്ക് സർവീസ് കൊടുക്കുന്നുണ്ടാവും, S2 കൊടുക്കുന്നുണ്ടാവും. പക്ഷേ S2 എന്ത് ചെയ്യുന്നുണ്ടാവില്ല, S1 കൊടുക്കുന്നുണ്ടാവില്ല. ഈ ടൈപ്പ് ഓഫ് മെത്തേഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെപ്പ് മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിളിക്കുന്നത് നോൺ റെസിപ്രോക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ എക്സാമ്പിൾ ഞാൻ ആകെ 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പറയാൻ പറ്റും ആരാണ് ആദ്യം അലോക്കേറ്റ് ചെയ്യേണ്ടത്, S1. പക്ഷേ ഈ എക്സാമ്പിൾ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണെങ്കിൽ S3 കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്, ഏത് സർവീസ് ആണോ കൂടുതൽ ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളെ വേണം ചെയ്യാൻ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം S1 ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട്, S2 S3 എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരെയാണ് അലോക്കേറ്റ് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ ആരെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, S1 ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വന്ന് ഇമ്പോർട്ടൻറ്റ് വന്ന് ഏതാണ്, റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിലോ 2-way ട്രാഫിക് ബിറ്റ്വീൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. 2-way എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ദെൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. S1 ആർക്ക് സർവീസ് കൊടുക്കുന്നുണ്ടാവും,
S2 കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ S2 ആർക്കും കൊടുക്കുന്നുണ്ടാവും, S1 ചെയ്യുന്നുണ്ടാവും, സർവീസ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 3 ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് മൂന്നെണ്ണം? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഫസ്റ്റ് വൺ ഏതാണ്? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സോ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആ പേര് തന്നെ ഉണ്ട്. എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എവിടെ വരെ റിപ്പീറ്റഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ S1 ഉണ്ട്, S2 ഉണ്ട്. S1 നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? 3 പ്രാവശ്യം ചെയ്യും. അതേപോലെ തന്നെ S2 നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യും? 3 പ്രാവശ്യം ചെയ്യും. ആ മൂന്നാമത്തെ പ്രാവശ്യത്തിൽ എന്താക്കണം? നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ 0 ആക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ എന്തെങ്കിലും ഒരു ഫിഗർ വരും. ആ ഫിഗർ നിങ്ങൾ ആർക്ക് അലോക്കേറ്റ് ചെയ്യാം? ഏത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനാണോ റേഷ്യോ ഹൈ ആയിട്ട് നിൽക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കുക, ക്ലോസ് ചെയ്യാം. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എക്സാമിന് എന്ത് ചെയ്യാറില്ല, ടെസ്റ്റ് ചെയ്യാറില്ല, ഫസ്റ്റ് പറയാൻ പറ്റില്ല. റീസെന്റ് ടെസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എത്ര പ്രാവശ്യമാണ് നിങ്ങൾ റിപ്പീറ്റഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3 പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യത്തിൽ എന്ത് ചെയ്യുക? 0 ആക്കുക. ആ ഫിഗർ ആർക്കാണ് കൊടുക്കേണ്ടത്? ആർക്കാണോ റേഷ്യോ കൂടുതലായിട്ട് നിൽക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇത് ക്ലിയർ ആണോ? അതേപോലെ തന്നെ സെക്കൻഡ് മെത്തേഡ് ഏതാണ്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമ്മൾ ഡീപ്പായിട്ട് എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഒരുപാട് സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ട് ആണ്. റിപ്പീറ്റഡ്ലി ഡൗട്ട് ചോദിക്കുന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. സോ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? റെസിപ്രോക്കലിന്റെ കേസ് പറഞ്ഞാൽ S1 ആർക്ക് കൊടുക്കും? S2 കൊടുക്കും. S2 ആർക്ക് കൊടുക്കും? S1 സർവീസ് കൊടുക്കും. ഓക്കെ. സോ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം P1ന്റെ അടുത്ത് 7,000, P2ന്റെ അടുത്ത് 6,000, S1ന്റെ അടുത്ത് 18,000, S2ന്റെ അടുത്ത് 8,000. ഇത്രയും എമൗണ്ട് ആണ് ചെയ്യുന്നത്, കിടക്കുന്നത്. ഇനി S1 ആർക്കൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത്? S1 P1 കൊടുക്കുന്നുണ്ട്. എത്ര പെർസെന്റേജ്? 40%. P2 എത്ര? 50%. S1 കൊടുക്കുമോ? ഇല്ല. ദെൻ S1 ആർക്കും കൊടുക്കുന്നുണ്ട്? S2 കൊടുക്കുന്നുണ്ട്. ഏത് കേസിൽ? 10%. ദെൻ S2ന്റെ കേസിലാണെങ്കിലോ 50%, 30%, 20%. ഓക്കെ. അപ്പോൾ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് അറിയാം. നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എത്ര സ്റ്റെപ്പിലാണ് സോൾവ് ചെയ്യുന്നത്? 3 സ്റ്റെപ്പിലാണ് സോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പ് വരുന്നത്? സ്റ്റെപ്പ് 1 ഏതാണ്? ഫോമിംഗ് ഇക്വേഷൻ. സ്റ്റെപ്പ് 2 എന്താണ്? സോൾവിംഗ് ഇക്വേഷൻ. സ്റ്റെപ്പ് 3 എന്താണ്? അലോക്കേഷൻ. സോ സ്റ്റെപ്പ് 1 ഫോമിംഗ് ഇക്വേഷൻ. എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ? ഓക്കെ, വെർട്ടിക്കൽ. എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? S1. ഈ S1നെ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്? 18,000 പ്ലസ് 20%. ആരുടെ 20% ആണത്? ഇത് ആരുടെ 20%? S2ന്റെ 20%. സോ S1 = 18,000 പ്ലസ് 0.2 S2. ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ. ഇനി S1നെയും S2നും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പേര് മാറ്റാം. എന്താക്കാം? X ആക്കാം, Y ആക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ X എന്തായിരിക്കും? 18,000 പ്ലസ് 20% പറഞ്ഞാൽ 0.2. ആരുടെ 0.2? S2യുടെ പേര് മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ എന്താക്കിയിട്ടുള്ളത്? Y. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ. എന്താണ് സെക്കൻഡ് ഇക്വേഷൻ? Y = എത്രകാരം? 18,000 പ്ലസ് 10%. 10% എന്ന് പറഞ്ഞാൽ 0.1. ആരുടെ 10% ആണ്? S1ന്റെ. S1ന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? X. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 1 എന്താണ്? നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ. സോ ഇക്വേഷൻ ഫോം ചെയ്തു. ദെൻ ഇനി നിങ്ങൾ പറ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇക്വേഷൻ ഫോം ചെയ്ത് തിരിച്ച് അടുത്ത നെക്സ്റ്റ് വന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? നമുക്ക് സോൾവ് ചെയ്ത ഇക്വേഷൻ. ഓക്കെ. സോ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇക്വേഷൻ 1ലോട്ടോ 2ലോട്ടോ നമ്മൾ എന്ത് ചെയ്യും? Xന്റെയോ Yന്റെയോ വാല്യൂ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഞാനിവിടെ എടുക്കുന്നത് ഇക്വേഷൻ 1 ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 2 കൊടുക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ 1 ഓക്കെ, നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ശരി. സോ Y = 8,000 പ്ലസ് 0.1 X. ഈ X മാറ്റിയിട്ട് ഈ Xന് പകരം ഞാൻ ഇവിടെ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? 18,000 പ്ലസ് 0.2 Y. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8,000 പ്ലസ് 0.1 ഇൻറ്റു 18,000 പ്ലസ് 0.8 Y. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ ഓക്കെ. സോ 0.1 ഇൻറ്റു 18,000 എത്ര കിട്ടുന്നത്? 1,800. അതേപോലെ തന്നെ 0.2 ഇൻറ്റു 0.1 എത്ര കിട്ടുന്നത്? 0.02 Y. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തുണ്ട്? Y ഉണ്ട്. സോ Y
ഈ പോസിറ്റീവ് വൈനെ എൽ എച്ച് എസിന് ആർ എച്ച് എസിലോട്ട് ആർ എച്ച് എസിന് എൽ എച്ച് എസിലോട്ട് വന്നിരുന്ന എന്തായി നെഗറ്റീവ് ഫിഗറായി മാറും. സോ വൈ മൈനസ് 0.02y ഈസ് ഈക്വൽ ടു 8,000 പ്ലസ് 1,800 എത്രയിരിക്കുന്നത് 9,800. Therefore 1y minus 0.02y എന്നുള്ളത് എത്രയാണ് 0.98y is equal to 9,800. Therefore y is equal to 9,800 divided by 0.98 എത്രയാണ് കിട്ടുന്നത് 10,000. ഇപ്പൊ നമ്മൾ ആരെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വൈനാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആരെങ്കിലും കണ്ടെത്താനുണ്ട് എക്സിനെ കൂടെ കണ്ടെത്താനുണ്ട്. ഈസിയാണ്. കാരണം എന്താണ് x is equal to എത്രയാണ് 18,000 പ്ലസ് 0.2y ആണ്. വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ് നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ടുള്ളത് 10,000 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി 18,000 പ്ലസ് 0.2 ഇൻറ്റു 10,000. 0.2 ഇൻറ്റു 10,000 എന്ന് പറയുന്നത് എത്രയാണ് 2,000. Therefore x is equal to 18,000 plus 2,000 that is 20,000. എക്സിനെയും കിട്ടി വൈനെയും കിട്ടി. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്ക് എക്സിനെയും കിട്ടി, അതേപോലെ തന്നെ ആരെയും കിട്ടി വൈനെയും കിട്ടി. ഇനി നമ്മൾ അടുത്തത് സ്റ്റെപ്പ് 3 എന്താ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റെപ്പ് 3 ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിനോട് ഫസ്റ്റ് നമ്മൾ എന്ത് തെറ്റിക്കും? ഫസ്റ്റ് നമ്മൾ എന്താ തെറ്റിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സോ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ അമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു കിട്ടും. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അലോക്കേഷൻ. അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 18,000 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അത് കണ്ടെത്തിയിട്ടുള്ള എക്സിന്റെ ഫിഗർ ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ ഫിഗർ ആണ് ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ എക്സിന്റെ ഫിഗർ എത്രയാണ് 20,000. സോ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് 20,000 ആണ്. ഏത് റേറ്റിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എക്സാമ്പിളുള്ള റേറ്റുകൾ 40%, 50%, 10%. ദെൻ നെക്സ്റ്റ് അടുത്തത് S2 അലോക്കേറ്റ് ചെയ്യണം. S2 അലോക്കേറ്റ് ചെയ്യുമ്പോഴും ഈ 8,000 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ല. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വൈൻ്റെ ഫിഗർ എന്ന് പറയുന്നത് എത്രയായിരുന്നു 10,000. അതും ഏത് റേഷ്യോയിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്? എക്സാമ്പിൾ തന്നിട്ടുള്ള റേഷ്യോസ് 15, 30, 20. ക്ലിയർ ആണ്? ഓക്കെ. സോ ആ രീതിക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ S1ഉം S2ഉം എന്തായി മാറി 0 ആയി മാറി. സോ P1 is equal to 20,000 and P2 is equal to 90%. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണ്. സോ നമ്മളിപ്പം മേജറായിട്ടുള്ള 3 കാണാം. അതിനകത്ത് കുറച്ചാണ് മേജർ അല്ല ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് എന്തായിട്ട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് ഓവർ ഹെഡിന് അലോക്കേറ്റ് ചെയ്യുന്നു. ഓവർ ഹെഡിന് ആർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടും സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടും. അത് കഴിഞ്ഞ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ്, ദെൻ നോൺ റെസിപ്രോക്കൽ, ദെൻ റെസിപ്രോക്കൽ. ഡയറക്റ്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡയറക്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ, കൊടുക്കുന്നുണ്ടാവുള്ളൂ. ദെൻ നെക്സ്റ്റ് വന്ന് നോൺ റെസിപ്രോക്കലിനാണെന്നുണ്ടെങ്കിലോ S1 ആർക്ക് കൊടുക്കും? S2 കൊടുക്കും. S2 എന്ത് ചെയ്യില്ല? S1 കൊടുക്കില്ല. ആ കേസിൽ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? S1 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം അലോക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വന്ന് റെസിപ്രോക്കൽ. റെസിപ്രോക്കലിൽ എങ്ങനെയാണ് വരുന്നത്? S1 S2 കൊടുക്കും, S2 S1 കൊടുക്കും. ഈ കേസിൽ നമുക്ക് 3 ടൈപ്പിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷന്, സൈമൾട്ടേനിയസ് ഇക്വേഷന്, ട്രയൽ ആൻഡ് എറർ. ഇത് ക്ലിയർ ആണല്ലോ. സോ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എത്ര പ്രാവശ്യം ചെയ്യുന്നത്? 3 പ്രാവശ്യമാണ് ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്യുന്നത്. 3ാമത്തെ പ്രാവശ്യം ചെയ്യാം ഏറ്റവും വലിയ റേഷ്യോ ചാർജ് കൊടുക്കുക 0 ആക്കുക. ദെൻ നെക്സ്റ്റ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ 3 സ്റ്റെപ്പ്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ഫോമിംഗ് ദ ഇക്വേഷൻ, സോൾവിംഗ് ദ ഇക്വേഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? അലോക്കേഷൻ. ഇത് ക്ലിയർ ആവുന്നത്. ഫോമിംഗ് ദ ഇക്വേഷൻ ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ നമ്മൾ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വേഷനിൽ മറ്റേ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിനെയും വൈനെയും കണ്ടെത്തും. അലോക്കേഷൻ. അലോക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ എന്താ തെറ്റിക്കുക? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൻ വേണ്ടിയിട്ട് തെറ്റിക്കുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ തെറ്റിക്കുന്നത്? അലോക്കേഷൻ. അലോക്കേഷൻ ഏത് ഫിഗറാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫിഗറാണ് എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും സാധനം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. വലിയ ചാപ്റ്ററാണ്. സോ നല്ലപോലെ എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓക്കെ. ഇനി ഇത് കുറച്ച് ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല? പറയില്ല ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് എന്ത് ചെയ്യില്ല? പറയില്ല. ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയറക്റ്റ്, സ്റ്റെപ്പ്, റെസിപ്രോക്കൽ. ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത് എന്ത് ചെയ്യില്ല? പറയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ട്രാഫിക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നമ്മളെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? സർവീസ്
പ്രൊവൈഡറിനും സർവീസ് റെസിപ്പിയന്റിനും നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമ്മൾ എന്ത് ചെയ്യണം എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, S1ന് സർവീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് S1 ആർക്ക് കൊടുക്കുന്നുണ്ടോ നോക്കും, S2 കൊടുക്കുന്നുണ്ടോ നോക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടിക്ക് ഇട്ടു. ദെൻ S1 ആർക്ക് കൊടുക്കുന്നുണ്ടോ നോക്കും, S3 കൊടുക്കുന്നുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് S2 S1 കൊടുക്കുന്നുണ്ടോ നോക്കി. സോ കൊടുക്കുന്നില്ല. S2 കൊടുക്കുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. S2 ആർക്ക് കൊടുക്കുന്നുണ്ട്, S3 എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് S3 എന്ത് ചെയ്യുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. S3 കൊടുക്കുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല, ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഇത് ഏത് ട്രാക്കിക്കാണ് വരുന്നത്? ഓക്കെ, സോ നമ്മൾ ഈ ടിക്ക് ഇട്ടതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. S1 ആർക്ക് കൊടുക്കുന്നുണ്ട്, S2 കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാനുള്ളത്, S2 S1 കൊടുക്കുന്നുണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാ മെത്തേഡ്, S1 S2 കൊടുക്കുന്നുണ്ട്, S2 എന്ത് ചെയ്യുന്നില്ല, S1 കൊടുക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് S1 ആർക്ക് കൊടുക്കുന്നുണ്ട്, S3 കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താ, S3 S1 കൊടുക്കുന്നുണ്ടോ നോക്കുക. അതും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പൊ ഏതാ മെത്തേഡ് വെക്കുന്നത്, സ്റ്റെപ്പ് മെത്തേഡ്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ആദ്യം ആരെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, S1. കാരണം അയാളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ സർവീസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആരെ അലോക്കേറ്റ് ചെയ്യും, S2 അലോക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷമാണ് ആരെ ചെയ്യുന്നത്, S3. ഇത് ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, PA ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റീസൺ കോറിലേഷൻ ആക്കില്ല. ബട്ട് എനിവേസ് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ട്രാഫിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ട്രാഫിക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പാണോ റെസിപ്രോക്കലാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഈ സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എന്ത് ചെയ്യാം, റെസിപ്രോക്കലും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, S1 കൊടുക്കുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ S1 എന്ത് ചെയ്തു, S2 കൊടുക്കുന്നുണ്ടോ നോക്കി, ടിക്ക്. ഇനി അടുത്ത പരിപാടി എന്താണ്, S2 S1 കൊടുക്കുന്നുണ്ടോ നോക്കുക. ഇവിടെയും ടിക്ക് ആണെന്നുണ്ടെങ്കിൽ സോ S1 ആർക്ക് കൊടുക്കുന്നുണ്ട്, S2 കൊടുക്കുന്നുണ്ട്, S2 ആർക്ക് കൊടുക്കുന്നുണ്ട്, S1 കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്തും ടിക്ക് ആണ് വരുന്നുണ്ടെങ്കിൽ ഇത് ഏത് മെത്തേഡാണ് വരുന്നത്, റെസിപ്രോക്കൽ മെത്തേഡാണ് വരുന്നത്. സോ റെസിപ്രോക്കൽ ആണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, ഒന്നെങ്കിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലാന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, സോ നമ്മളെ ഓവർ ഹെഡിന്റെ അലോക്കേഷനിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അബ്സോർപ്ഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അബ്സോർപ്ഷൻ ടേക്സ് അണ്ടർ 2 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എന്താണ്, റിക്കവറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ റിക്കവറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചാർജിങ് ഓഫ് ഓവർ ഹെഡ് ടു ദി പ്രൊഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്യണം, ഇത് പ്രൊഡക്റ്റിലോട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സോ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യുന്നത്, ഈ കണ്ടെത്തിയിട്ടുള്ള റിക്കവറി റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ബൈ ദ പ്രൊഡക്റ്റ്. ഓക്കെ, സോ വീണ്ടും അബ്സോർപ്ഷന്റെ 2 സ്റ്റെപ്പാണ്. ഏതൊക്കെയാണ് 2 സ്റ്റെപ്പ് വരുന്നത്, ആദ്യം എന്ത് ചെയ്യണം, അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത് എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. സോ ചാർജിംഗ് റേറ്റ് എന്താണ്, റിക്കവറി റേറ്റ് ഇൻ ബേസ് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ബൈ ദ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ അണ്ടർ ട്രഡീഷണൽ മെത്തേഡ് 6 ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ക്വാണ്ടിറ്റീസ് വരുന്നത്. ഏതൊക്കെയാണ് ആ 6 ബേസ് ക്വാണ്ടിറ്റീസ് വരുന്നത്, ക്ലാസ്സിലേക്ക് പറയുമ്പോൾ 2 ഹവേഴ്സ്. ഏതൊക്കെയാണ് 2 ഹവേഴ്സ്, ലേബർ ഹവേഴ്സ്, മെഷീൻ ഹവേഴ്സ്. ദെൻ 3 പെർസെന്റേജിൽ ഏതൊക്കെയാണ് 3 പെർസെന്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക, കോച്ചീറ്റ് ആയിരിക്കുക. കോച്ചീറ്റിന്റെ ഫസ്റ്റ് ആരാ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അടുത്ത ആരാ വരുന്നത്, പ്രൈസ് കോസ്റ്റ്. അപ്പൊ ആരൊക്കെയാണ് പെർസെന്റേജ് വരുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ദെൻ പ്രൈസ് കോസ്റ്റ്. ദെൻ ലാസ്റ്റ് എന്താണ് വരുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റ്സിലാണ് വരുന്നത്. സോ ഈ അബ്സോർപ്ഷൻ എന്നുള്ള വേർഡ് ഇന്റർചേഞ്ചബിളി ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ഏതൊക്കെയാണ് വേറെ വേർഡ്സ് ഉപയോഗിക്കുന്നത്, അബ്സോർപ്ഷന് പകരം എന്ത് പറയാം, അപ്ലിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്, ചാർജിങ് ഓഫ് ഓവർഹെഡ്സ്, ദെൻ റിക്കവറി ഓഫ് ഓവർഹെഡ്സ്. ഈ 3 വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർചേഞ്ചബിളി നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അത് ക്ലിയർ ആകുന്നുണ്ടോ? സോ റിക്കവറി റേറ്റ് അബ്സോർപ്ഷൻ ടേക്സ് അണ്ടർ 2 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എന്താണ്, റിക്കവറി റേറ്റിന്റെ കാൽക്കുലേഷൻ. ദെൻ നെക്സ്റ്റ് എന്താണ്, ടാർഗറ്റ്. സോ റിക്കവറി റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി. ഓക്കെ, അണ്ടർ ട്രഡീഷണൽ മെത്തേഡ് ബേസ് ക്വാണ്ടിറ്റി 6 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 6 2 ഹവേഴ്സ്. ഏതൊക്കെ 2 ഹവേഴ്സ്, ലേബർ ഹവേഴ്സ്, മെഷീൻ ഹവേഴ്സ്. 3 പെർസെന്റേജ്. ഏതൊക്കെയാണ് 3 പെർസെന്റേജ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ടൈം കോസ്റ്റ്. ദെൻ ലാസ്റ്റ് എന്താണ്, യൂണിറ്റ് പ്രൊഡ്യൂസർ. സോ പെർസെന്റേജിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ എന്തും കൂടെ വരും, ഇൻറ്റു 100 കൂടെ എന്തെങ്കിലും വരും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർസെന്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് ക്ലിയർ ആണ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ റേറ്റ് വരുന്നത്? ഓക്കെ, ഒന്ന് ബഡ്ജറ്റഡ് റേറ്റും വരും. പിന്നെ നെക്സ്റ്റ് എന്താണ് വരുന്നത്, ബഡ്ജറ്റ് റേറ്റും വരും. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ത് വരും, ആക്ച്വൽ റേറ്റും എന്ത് ചെയ്യും വരും. 2 ടൈപ്പ്, ബഡ്ജറ്റഡ് റേറ്റും ആക്ച്വൽ റേറ്റും. ബഡ്ജറ്റഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്,
ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ബേസ് ക്വാണ്ടിറ്റി. ആക്ച്വൽ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്ച്വൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ബഡ്ജറ്റഡ് റേറ്റ് ആണോ ഉപയോഗിക്കുന്നത്, അതോ ആക്ച്വൽ റേറ്റ് ആണോ പുറത്തിലോട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ശ്രദ്ധിക്കുക, അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും. അത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ, ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എത്രയാണ് വരുന്നത്? 3 lakhs. ബഡ്ജറ്റഡ് ഹവേഴ്സ് എത്രയാണ്? 20,000. ആക്ച്വൽ ഓവർ ഹെഡും 3 lakhs, ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ്? 15,000. സോ റിക്കവറി റേറ്റ്, ബഡ്ജറ്റഡ് റിക്കവറി റേറ്റ് എത്രയാണ്? 15. ആക്ച്വൽ റിക്കവറി റേറ്റ് എത്രയാണ് കിട്ടുന്നത്? 20 ആണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നേരത്തെ ഡിസ്കസ് ചെയ്തു ഏത് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ബഡ്ജറ്റഡ് റേറ്റ് ആണ്. ബഡ്ജറ്റഡ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഈ ബഡ്ജറ്റഡ് ഓവർ ഹെഡ്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർ ഹെഡ് പ്ലാൻഡ്. നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന എക്സ്പെൻസ്. സോ അതെങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബഡ്ജറ്റഡ് റേറ്റ് ഇൻറ്റു ബഡ്ജറ്റഡ് അവേഴ്സ് എത്ര കിട്ടും? 3 lakhs. ദെൻ നെക്സ്റ്റ് വന്ന് അബ്സോർബ്ഡ് ഓവർ ഹെഡ്. ഇതാണ് പുതിയ ടൈം, അബ്സോർബ്ഡ് ഓവർ ഹെഡ്. എന്താണ് അപ്പോൾ അബ്സോർബ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്? നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ചിലവ്, നമ്മൾ എന്ത് ചെയ്യുന്ന ചിലവ്? അക്കൗണ്ട് ചെയ്യുന്ന ചിലവ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ചിലവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സോർബ്ഡ് ഓവർ ഹെഡ്. സോ മേലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏത് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ബഡ്ജറ്റഡ് റേറ്റ് ആണോ ആക്ച്വൽ റേറ്റ് ആണോ ഉപയോഗിക്കുന്നത്? ബഡ്ജറ്റഡ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ചാർജിങ്ങിൽ റിക്കവറി റേറ്റ്, അതായത് റിക്കവറി റേറ്റ് ഇൻറ്റു ബേസ് ക്വാണ്ടിറ്റി കൺസ്യൂമഡ് ബൈ ദ പ്രൊഡക്റ്റ്. സോ ആക്ച്വൽ ബേസ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. സോ ആക്ച്വൽ എത്രയാണ്? 15,000. സോ 15 × 15,000 എത്രയായിരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്? 2,25,000. ദെൻ നെക്സ്റ്റ് എന്താണ്? ആക്ച്വൽ ഓവർ ഹെഡ്. എത്രയാണ് ആക്ച്വൽ ഓവർ ഹെഡ്? പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളത് 3 lakhs ആണ്. സോ ഇവിടെ അക്കൗണ്ട് ചെയ്തത് 2,25,000, പോക്കറ്റിൽ നിന്ന് പോയത് എത്രയാണ്? 3 lakhs. സോ ഈ ഡിഫറൻസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? അണ്ടർ അബ്സോർപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 75,000 ആണ്. സോ ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് പോയത് 3 lakhs, അക്കൗണ്ട് ചെയ്തത് 2,25,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് ചെയ്തത് കുറവാണോ കൂടുതലാണോ? കുറവാണ്. എത്രയാണ് ഇവിടുത്തെ കുറവ് എന്ന് പറയുന്നത്? 75,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേതാകുന്നത് അണ്ടർ അബ്സോർപ്ഷൻ. സോ ബേസിക്കലി നമുക്ക് ജനറലി എന്ത് പറയാം? ഈ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ഹെഡ്സ്. നമുക്ക് ഈ ഓവർ ഹെഡ്സിന്റെ ട്രീറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യാനുള്ളത്? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യുക? ട്രീറ്റ്മെന്റ് പറയുന്നതിന് മുന്നേ അണ്ടർ അബ്സോർപ്ഷൻ എങ്ങനെയാണ് ഓവർ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്നുള്ള പ്രാവശ്യം കൂടി ചെയ്യാൻ ശ്രദ്ധിക്കാം. അബ്സോർബ്ഡ് ഓവർ ഹെഡ് ലെസ് ദാൻ ആക്ച്വൽ ഓവർ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അണ്ടർ അബ്സോർപ്ഷനും ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ. സോ പോക്കറ്റിൽ നിന്ന് പോയത് 3 lakhs, അക്കൗണ്ട് ചെയ്തത് 2,27,000. സോ ഇതെന്താണ്? കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്? അണ്ടർ അബ്സോർപ്ഷൻ. ദെൻ പോക്കറ്റിൽ നിന്ന് പോയത് 3 lakhs, പക്ഷെ ചെലവ് എഴുതിയിട്ടുള്ളത് 3,20,000. ഇത് കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഓവർ അബ്സോർപ്ഷൻ. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ അണ്ടർ അബ്സോർപ്ഷൻ ഓർ ഓവർ അബ്സോർപ്ഷന് 3 ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 3 ട്രീറ്റ്മെന്റ്? ഫസ്റ്റ് വന്ന് റൈറ്റ് ഓഫ്, ദെൻ നെക്സ്റ്റ് വന്ന് ഏതാണ്? റൈറ്റ് ബാക്ക്. റൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ചെയ്യും. ദെൻ റൈറ്റ് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞതിന് ശേഷം മൈനസ് ചെയ്യും. റെഗുലർ ക്ലാസ് എല്ലാം രജിസ്റ്റർ ആണ്. സോ അതാണ് സ്ഥലത്താണ്. ദെൻ നെക്സ്റ്റ് വന്ന് ട്രീറ്റ്മെന്റ് 2 എന്താണ്? ക്യാരി ഫോർവേഡ്. ഇത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വന്ന് എന്താണ്? സപ്ലിമെന്ററി റേറ്റ്. സപ്ലിമെന്ററി റേറ്റിൽ നമ്മൾ 2 സ്റ്റെപ്സിലാണ് എന്ത് ചെയ്യുന്നത്? സപ്ലിമെന്ററി റേറ്റിൽ ഓവർ ഹെഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇക്വാലന്റ് WAT. ഓക്കെ, എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇക്വാലന്റ് WAT. ഇക്വാലന്റ് WAT എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് പ്രോഗ്രസിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്വാണ്ടിറ്റീസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇക്വാലന്റ് WAT. ദെൻ നെക്സ്റ്റ് സോ റിക്കവറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ റിക്കവറി റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ 3 പ്രൊഡക്റ്റുകളിലോട്ടും ചാർജ് ചെയ്യും. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ട് നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ സപ്ലിമെന്ററി റേറ്റ്, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സപ്ലിമെന്ററി റേറ്റ്, ദെൻ ഇക്വാലന്റ് WAT ഇൻറ്റു സപ്ലിമെന്ററി റേറ്റ്. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. സോ ട്രീറ്റ്മെന്റ് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? 3 സ്റ്റെപ്പ്. ഫസ്റ്റ് വന്ന് റൈറ്റ് ഓഫ്, റൈറ്റ് ബാക്ക്, ക്യാരി ഫോർവേഡ്, ദെൻ സപ്ലിമെന്ററി റേറ്റ്. സപ്ലിമെന്ററി റേറ്റിൽ 2 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? 2 സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് സപ്ലിമെന്ററി റേറ്റ്. ഇക്വേഷൻ എന്താണ്? അണ്ടർ അബ്സോർപ്ഷൻ ഓർ ഓവർ അബ്സോർപ്ഷൻ
ഓക്കെ, അപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ഒന്നും കൂടെ അണ്ടർ ഓർ ഓവർ എക്സ്പോർട്സിന്റെ ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്നതാണ് റൈറ്റ് ഓഫ് റൈറ്റ് ബാക്ക്, ദെൻ നെക്സ്റ്റ് ഒന്നതാണ് ക്യാരി ഫോർവേഡ്, ദെൻ നെക്സ്റ്റ് ഒന്നതാണ് സപ്ലിമെന്ററി റേറ്റ്. സപ്ലിമെന്ററി റേറ്റ് നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ, ഏതൊക്കെയാണ് രണ്ട് സ്റ്റെപ്പ്? സ്റ്റെപ്പ് വന്ന് കാൽക്കുലേഷൻ ഓഫ് സപ്ലിമെന്ററി റേറ്റ്. ഇക്വേഷൻ എന്താ? അണ്ടർ ഓർ ഓവർ എക്സ്പോർഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ഇക്വാലന്റ് സപ്ലിയേഷൻ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മൾ ആ മൂന്ന് പ്രോഡക്റ്റുകൾ ചാർജ് ചെയ്തിട്ട് അത് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്ക് ഏതാണ് വരുന്നത്? ബ്ലാങ്കറ്റ് അബ്സോർപ്ഷൻ റേറ്റ്, ഡിപ്പാർട്ട്മെന്റൽ അബ്സോർപ്ഷൻ റേറ്റ്. സോ ബ്ലാങ്കറ്റ് അബ്സോർപ്ഷൻ റേറ്റ്, സോ ഇത് നമ്മൾ രണ്ട് സ്റ്റെപ്സിൽ, ഏതൊക്കെയാണ്? അബ്സോർപ്ഷന് രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ, ഏതാണ്? റിക്കവറി റേറ്റും ചാർജ്. പക്ഷേ ഇതിന് കംസ് ബ്ലാങ്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ബേസ് ക്വാണ്ടിറ്റി, ദെൻ നെക്സ്റ്റ് ഒന്ന് ബേസ് ഓവർ ഹെഡിൽ പ്രൊഡക്റ്റ് ചാർജ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിലോ ഇവിടെ ടോട്ടലിന് പകരം നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ബേസ് ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ചാർജ്. അത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം? കുറച്ച് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് എന്ത് ചെയ്യാം വരിക. ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ ഫോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഫോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് കോസ്റ്റാണ്? ഡയറക്റ്റ് കോസ്റ്റ്. ദെൻ ഫോർ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇതെന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലോട്ട് നമ്മൾ എടുക്കേണ്ടി വരും? പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ആ സെയിം ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ആരുടെ അടിയിൽ കൊണ്ടുപോയി എഴുതാൻ പാടില്ല? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിൽ കൊണ്ടുപോയി എഴുതാൻ പാടില്ല. അതിന്റെ റീസൺ എന്താണ്? അവരെ സംബന്ധിച്ച് അതെന്ത് കോസ്റ്റാണ്? ഡയറക്റ്റ് കോസ്റ്റ്. പക്ഷേ ആ സെയിം സാധനം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിൽ കൊണ്ടുപോയി ചെയ്തും, ഈവൻ ദോ പേര് ഡയറക്റ്റ് വേജും ഡയറക്റ്റ് ലേബർ ആണെങ്കിലും ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പോലും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ കൊണ്ടുപോയി ചെയ്തും അതിന്റെ റീസൺ എന്താണ്? അവർക്ക് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോർച്ച്മെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് ലൈറ്റ്. ലൈറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തിന്റെ ബേസിൽ ചെയ്യും? ഏരിയയുടെ ബേസിൽ. ദെൻ സ്റ്റോക്ക് ഓവർഹെഡ് നമ്മൾ എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ. ജനറൽ ഓവർഹെഡ് എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് വേജസ്. ദെൻ സൺഡറി എക്സ്പെൻസ് എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് വേജസ്. ഓക്കെ ആ. ഓക്കെ, സോ അടുത്ത ടോപ്പിക് നമ്മുടെ മെഷീൻ റേറ്റ്. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഓവർഹെഡിലെ മെഷീൻ റേറ്റ്. സോ മെഷീൻ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്പീഡായിട്ട് സ്റ്റാൻഡിങ് ചാർജ് എന്താ, അതേപോലെ തന്നെ മെഷീൻ ചാർജ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സ്റ്റാൻഡിങ് ചാർജ് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ മെഷീൻ ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് മെഷീൻ യൂസേജ്. അതായത് മെഷീൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ ഒരു ചെലവ് എന്ത് ചെയ്യും? അവിടെ വരും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ചാർജ്. സ്റ്റാൻഡിങ് ചാർജ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് ബന്ധപ്പെടുത്താം? ഫിക്സഡ് ചാർജ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബന്ധപ്പെടുത്താൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർവൈസറുടെ സാലറി. സൂപ്പർവൈസറുടെ സാലറി ഇപ്പം അയാൾ മെഷീന് നിങ്ങൾ ഓൺ ആക്കിയാലും ഓൺ ആക്കിയില്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സൂപ്പർവൈസർക്ക് സാലറി കൊടുക്കേണ്ടി വരും. അത് പിന്നെ എന്ത് ചാർജാണ്? സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ ലെറ്റ്സ് എ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാലറി കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതിലായിരിക്കും വരുന്നത്? മെഷീൻ എക്സ്പെൻസിലായിരിക്കും വരുന്നത്. സോ മെഷീൻ എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ? ദീസ് ആർ വേരിയബിൾ ഓർ മെഷീൻ റിലേറ്റഡ് കോസ്റ്റ്. മെഷീൻ ഉപയോഗിക്കുമ്പോൾ മാത്രം വരുന്ന കോസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഷീൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് സാധനം മനസ്സിലാക്കുക. ഏതൊക്കെയാണ് രണ്ട് സാധനം? സ്റ്റാൻഡിങ് ചാർജും മെഷീൻ ചാർജും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യന് ഒരു മണിക്കൂറിന്റെ റേറ്റ് ആണ് എന്ത് ചെയ്യുക? ചോദിക്കുന്നത്. ഒരു മണിക്കൂറിന്റെ റേറ്റ് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫിക്സഡ് കോസ്റ്റ് എന്തുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? മെഷീന്റെ മണിക്കൂറായിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, അതോ നിങ്ങളുടെ ടോട്ടൽ ഹവേഴ്സ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്? യെസ്, ഏതാണ്? ടോട്ടൽ ഹവേഴ്സ്. കാരണം എന്താണ്? അത് സ്റ്റാൻഡിങ് ആണ്, അത് മെഷീനുമായിട്ട് എന്തല്ല ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നെക്സ്റ്റ് വണ് മെഷീൻ്റെ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന്റെ ചെലവ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക, അതോ ഒരു മണിക്കൂർ മെഷീൻ ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുക? യെസ്, ഏതാണ്? മെഷീൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോംപ്രഹെൻസീവ് മെഷീൻ അവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യന് ടെക്സ്റ്റിൽ സോൾവ് ചെയ്തതുപോലെ അല്ല എക്സാമിൽ സോൾവ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പം ടെക്സ്റ്റിലുള്ള പോലെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തരാം. പ്ലസ് എക്സാമിന് ഇനി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരികയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് ഹവേഴ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം? ക്ലാരിറ്റി തരാം. ശരി, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ടെക്സ്റ്റിൽ തന്നെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റ്സ് ടു പ്രോസസ്സിംഗ് മെഷീൻ ട്രീറ്റിംഗ് ടിപ്പിക്കൽ മെറ്റീരിയൽ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മെഷീൻ അവർ റേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ കോസ്റ്റ് ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്. ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ്, സ്ക്രാപ്പ് വാല്യൂ,
വർക്കിംഗ് ടൈം ടോട്ടൽ അവേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ മെഷീൻ മെയിൻ്റനൻസ് എത്ര ഹവേഴ്സ് ആണ്, 200 ഹവേഴ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സെറ്റിംഗ് അപ്പ് ടൈം എസ്റ്റിമേറ്റഡ് എത്രയാണ്, 5% ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റീവ് ടൈം. അപ്പോൾ പ്രൊഡക്റ്റീവ് ടൈം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2200 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൽ മെഷീൻ്റെ മെയിൻ്റനൻസ് എത്രയാണ്, 200 മണിക്കൂറാണ്. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എത്ര ഹവേഴ്സേ കിട്ടുന്നുള്ളൂ, 2000 ഹവേഴ്സേ എന്ത് ചെയ്യുന്നുള്ളൂ കിട്ടുന്നുള്ളൂ. അതിലെ 5% എന്തായിട്ടും പോകുന്നുണ്ട്, സെറ്റപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോ 2000ൻ്റെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഇൻറ്റു 5% 100 ഹവേഴ്സ്. സോ ടോട്ടൽ മെഷീൻ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ, 1900 ഹവേഴ്സ്. ദെൻ നെക്സ്റ്റ്, ഈ ഒരു മെറ്റീരിയലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കെമിക്കൽ വേണം. ഓരോ ആഴ്ചയിൽ കെമിക്കൽ വേണം. അതിന് എത്ര രൂപയാണ് വരുന്നത്, 20 റുപ്പീസാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് പെർ ഇയർ എത്രയാണ്, 1200. ദെൻ 2 അറ്റൻഡൻസ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് മെഷീൻ ടുഗദർ വിത്ത് 6 അതർ മെഷീൻസ്. ഓക്കെ, രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ്റെ ഓപ്പറേഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. എത്ര, 6 മെഷീൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മെഷീനും കൂടെ നോക്കുന്നത്. അപ്പോൾ ടോട്ടൽ അവർ എത്ര മെഷീൻസ് ആണ് വർക്ക് ചെയ്യുന്നത്, 7 മെഷീൻസ് ആണ് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. ദർ കമ്പൈൻഡ് വീക്കിലി വേജസ്, രണ്ടുപേർക്കും കൂടെ ഉള്ള സാലറിയാണ് എത്ര, 140. അപ്പം ഇൻറ്റു 2 ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, കമ്പൈൻഡ് ആണ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് അലോക്കേറ്റഡ് ടു ദ മെഷീൻ അവർ പെർ ആനം എത്രയാണ്, 2000. സോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡും വരുന്നുണ്ട്. എത്ര വരുന്നുണ്ട്, 2000 വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, രണ്ട് കോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെയാണ് രണ്ട് കോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, മെഷീൻ അവറും ദെൻ നെക്സ്റ്റ് വൺ ഏത് വരും, മെഷീൻ അവർ നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, മെഷീൻ അവറും ഉണ്ടാവും, സോറി സ്റ്റാൻഡിങ് അവേഴ്സും ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും, മെഷീൻ എക്സ്പെൻസും ഉണ്ടാവും. സോ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ആണ്. അതായത് മെഷീൻ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു എക്സ്പെൻസ് വരും. ഡിപ്രിസിയേഷൻ നിങ്ങൾ മെഷീൻ യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ഒരു കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡിങ്ങിന് അണ്ടറിലാണ് വരിക, അത് മെഷീനിലാണ് വരിക. യെസ്, ഏതിന് അണ്ടറിലാണ് വരുന്നത്, ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് വർക്കൗട്ട് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മളെ മെഷീൻ ഹവേഴ്സ് എത്രയാണെന്നുള്ളത്, അതായത് നെറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ ഹവേഴ്സ് എത്രയാണ്, 2200. അതിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് 200 ഹവേഴ്സ്. സോ പ്രൊഡക്റ്റീവ് ഹവേഴ്സ് എത്രയാണ്, 2000. അതിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം കൂടെ ഉപയോഗിക്കുന്നുണ്ട്, 5% കൂടെ ഉപയോഗിക്കുന്നുണ്ട്. സോ 2100 കൂടെ പോകുകയാണെങ്കിൽ നെറ്റ് പ്രൊഡക്റ്റീവ് ഹവേഴ്സ് എന്ന് പറയുന്നത് എത്രയുള്ളൂ, 1900 ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ കെമിക്കൽ. ഇവിടെ തന്നിട്ടുള്ളത് ₹20 പെർ വീക്കിലി എന്നാണ് തന്നിട്ടുള്ളത്. അതായത് പെർ വീക്കിലി എന്ന് പറയുമ്പോൾ അത് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ, അല്ല. നിങ്ങൾ മെഷീൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആഴ്ചയിൽ കെമിക്കൽ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജ് ആണോ, അല്ല. സോ അതെന്ത് ചാർജാണ്, ഫിക്സഡ് ചാർജാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അങ്ങനെ എത്ര വീക്കാണ് നമുക്ക് വരുന്നത്, 50 വീക്കാണ് വരുന്നത്. സോ ടോട്ടൽ എത്രയായിരിക്കും, 50 × 20 ദാറ്റ് കംസ് ടു 1000. സോ കെമിക്കൽ ചാർജസ് എത്ര വരും, 1000 വരും. ദെൻ നെക്സ്റ്റ് വണ് ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ്. ആ വേർഡ് തന്നെയുണ്ട്, ഡിപ്പാർട്ട്മെന്റലിന്റെ ഓവർഹെഡ് ആണ്. അല്ലാതെ നമ്മുടെ എന്തിന്റെ ഓവർഹെഡ് അല്ല, മെഷീൻ്റെതല്ല. മെഷീൻ്റെതാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, മെഷീൻ എക്സ്പെൻസിൽ. ഡിപ്പാർട്ട്മെന്റൽ ആയതുകൊണ്ട് തന്നെ അത് ഏതിലാണ് വരുന്നത്, ഫിക്സഡിലാണ് വരുന്നത്. അതായത് മെഷീനുമായിട്ട് റിലേറ്റഡ് അല്ല. സോ എത്രയാണ് എമൗണ്ട് വരുന്നത്, 2000 ആണ് ചെയ്യുന്നത് എമൗണ്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ് വേജസ്. വേജസ് 2 അറ്റൻഡന്റ് ഉണ്ട്, കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ടുഗദർ വിത്ത് 6 അതർ മെഷീൻസ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഒരു മെഷീൻ്റെ 1 മണിക്കൂറിന്റെ ചിലവാണ് വേണ്ടത്. ഇവിടെ അപ്പം ഇവർ എത്ര മെഷീനാണ് നോക്കുന്നത്, 6 കൂടാതെ ഒരു മെഷീനുണ്ട്. ടോട്ടൽ അപ്പോൾ എത്ര മെഷീനാണ് നോക്കുന്നത്, 7 മെഷീനാണ് ചെയ്യുന്നത് നോക്കുന്നത്. നമുക്ക് അറിയേണ്ടതോ ഒരു മെഷീൻ്റെ ഒരാഴ്ചയിൽ കമ്പൈൻഡ് ആയിട്ട് അവർക്ക് എത്ര കൊടുക്കുന്നത്, 140. സോ എത്ര വീക്സ് ഉണ്ട്, 50 വീക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും, 140 × 50 × 1/7. കാരണം എന്താ, ഒരു മെഷീൻ്റെതാണ് അറിയേണ്ടത്. സോ 140 × 50 / 7 എത്രയാണ് കിട്ടുന്നത്, വേജസ് കിട്ടുന്നത് 1000. ഓക്കെ, കുറേ സ്റ്റുഡൻസിന് ഉള്ളൊരു ഡൗട്ടാണ്, ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ വേജസ് എടുക്കുന്നത് ഫിക്സഡിലും വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതിൽ മെഷീനിലാണ് എടുക്കുന്നത് എന്നുള്ളത്. അതിൽ മെഷീനിൽ എടുക്കുന്നതിൻ്റെ റീസൺ, ആ ക്വസ്റ്റ്യനിൽ ഞാൻ അത് കണക്ട് ചെയ്തിട്ടെന്ന് പറയുകയാണ്. ആ ക്വസ്റ്റ്യനിൽ ആർക്കാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്, ഓപ്പറേറ്റർക്കാണ് ചെയ്യുന്നത് സാലറി കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്. അതാണ് ആ ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തായി,
ടോട്ടൽ ഫിക്സഡ് ചാർജസ് എത്രയാണ് കിട്ടുന്നത്? 4000. ഓക്കെ. സോ ഈ ടോട്ടൽ ഫിക്സഡ് ചാർജ് 4000 നമ്മൾ എന്തുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? മെഷീൻ അവർ ആയിട്ടാണോ അതോ ടോട്ടൽ അവേഴ്സ് ആയിട്ടാണോ? ഇതേത് ചിലവാ? ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ടോട്ടൽ ആണ് എടുക്കേണ്ടത്. എത്രയാണ് ടോട്ടൽ ഹവേഴ്സ് വരുന്നത്? ടോട്ടൽ ഹവേഴ്സ് വരുന്നത് 2200. സോ 4000 ഡിവൈഡഡ് ബൈ 2200 എത്രയാണ് കിട്ടുന്നത്? 4000 ഡിവൈഡഡ് ബൈ 2200 എത്ര കിട്ടും? 1.82. ദെൻ നെക്സ്റ്റ് വൺ മെഷീൻ എക്സ്പെൻസ്. ഓക്കെ, ഡിപ്രിസിയേഷൻ മെഷീൻ്റെ ചിലവാണ്, അത് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എമൗണ്ട് 10,000. സോ 10,000 മൈനസ് 1000 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇയേഴ്സ് ഓഫ് ലൈഫ് വരുന്നത്? 10. സോ 9000 ഡിവൈഡഡ് ബൈ 10 എത്രയാണ് നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടുന്നത്? 900 ആണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അത് കൂടാതെ വേറെ എന്ത് ചിലവും കൂടെയാണ് വരുന്നത്? മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്തിനേക്കാളും വരിക? മെഷീനല്ലേ. അപ്പോൾ ഏതിലാണ് വരിക? മെഷീൻ എക്സ്പെൻസിൽ. മെയിൻ്റനൻസും എത്രയാണ് വരുന്നത്? 1200. ഓക്കെ, ഇനി ഇവരുടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മണിക്കൂറിൻ്റെ ചിലവ് അറിയണം. ഒരു മണിക്കൂറിൻ്റെ ചിലവ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 900 ഡിവൈഡഡ് ബൈ 2200 ആണ് എടുക്കുക, അതോ മെഷീൻ അവേഴ്സ് ആയിട്ടുള്ള 1900 ആണ് എടുക്കുക? 1900. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 900 ഡിവൈഡഡ് ബൈ 1900 എത്രയാണ് കിട്ടുന്നത്? 0.47. ദെൻ നെക്സ്റ്റ് കേസിൽ 1200 ഡിവൈഡഡ് ബൈ 1900 എത്ര കിട്ടും? 0.63. ഇനി ഒരു ചിലവും കൂടെ വരുന്നുണ്ട്. അത് ഏതാണ് ചിലവ്? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് 16 യൂണിറ്റ് പെർ ഹവർ അറ്റ് 10 പൈസ പെർ യൂണിറ്റ്. നമുക്ക് എന്താ വേണ്ടിയത്? ഒരു മണിക്കൂറിൻ്റെ ചിലവ്. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്? 16 യൂണിറ്റ് ആണ്. ഓരോ യൂണിറ്റിൻ്റെ ചിലവ് എത്രയാണ് വരുന്നത്? 10 പൈസ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും വരുന്നത്? 16 ഇൻറ്റു 0.1 എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 1.6. സോ നമ്മുടെ ടോട്ടൽ മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ആയിട്ടുള്ള 1.82ഉം ബാക്കി ചിലവുകളും കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടുന്നത്? 4.52. ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ, അതേപോലെ തന്നെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഈ ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വേജസ് നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡിങ്ങിലും ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? വേജസ് ഓഫ് ഓപ്പറേറ്റർ ആണ് തന്നിട്ടുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓപ്പറേറ്റർ നമ്മളിപ്പം ജെ സി ബി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജെ സി ബി 2 hours ആണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വർക്കർ ടോട്ടൽ 3 hour എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, ജെ സി ബിയുടെ കേസിൽ നമ്മൾ അയാൾക്ക് സാലറി എങ്ങനെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ജെ സി ബി പ്രവർത്തിപ്പിക്കുന്ന മണിക്കൂറിന് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. അപ്പോൾ ഇയാളുടെ സാലറി ആക്ച്വലി എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? മെഷീൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തിനും എടുക്കില്ല? ഫിക്സഡ് എടുക്കില്ല. അതിനെ നമ്മൾ എടുക്കുന്നത് എന്തിലായിരിക്കും? മെഷീനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിക്കാം. ജി ടി ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഹാവിംഗ് 25 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് മെഷീൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 25 മെഷീൻസ് ആണ് ഉള്ളത്. ഓക്കെ, കോസ്റ്റ് ഓഫ് മെഷീൻ ഡിപ്രിസിയേഷൻ അത് ഏതിൻ്റെ അകത്തായിരിക്കും വരുന്നത്? സ്റ്റാൻഡിങ്ങിലാണോ മെഷീനിലാണോ? ഓക്കെ, ഏതാണ് വരുന്നത്? മെഷീനിൽ. ദെൻ നെക്സ്റ്റ് ആണ് ഓവർ ഹെഡ് എക്സ്പെൻസ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് ഏതിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? ഏതിലാണ് എടുത്തിട്ടുള്ളത്? ഫിക്സഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കംപ്ലീറ്റ് എന്തിലായിരിക്കും വരുന്നുണ്ടാവുക? ഫിക്സഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ആണ് സോ ഫാക്ടറി ആൻഡ് ഹീറ്റ് ലൈറ്റിംഗ് സൂപ്പർവിഷൻ. ഇത്രയും ഓവർ ഹെഡ്സ് ഏതിലാണ് വരിക? ഫിക്സഡിലാണ് വരിക. കാരണം എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ ഓവർ ഹെഡ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുള്ളത് ഫിക്സഡിലാണ്. ഈ ക്വസ്റ്റ്യനിലും ഓവർ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ഏതിലാണ് വരിക? ഫിക്സഡിലാണ് വരിക. ദെൻ റിസർവ് എക്യുപ്മെന്റ് ഓഫ് മെഷീൻ ബി. ഓക്കെ, റിസർവ് എക്യുപ്മെന്റ് ഓഫ് മെഷീൻ ബി അത് എത്രയാണ് എമൗണ്ട് വരുന്നത്? 5,000 ആണ്. അതും എന്തിനാണ്? ഫിക്സഡ് ആണ്. കാരണം അതും എന്തിനുണ്ടല്ലോ? എന്തിനാണ്? ഓവർ ഹെഡിൽ. ദെൻ ഏരിയ ഓഫ് ദ ഫാക്ടറി, ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ മെഷീൻ തന്നിട്ടുണ്ട്. അത് എന്തിനാണ് തന്നിട്ടുണ്ടാവുക? നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഏരിയ ഫാക്ടറി റെന്റ് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് വേജസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് 24 per day of 8 hours including all fringe benefit. He attends to one machine when it is under setup and 2 machines while under operation. ഓക്കെ, കൺഫ്യൂഷൻ വരുന്ന പോയിന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ അവേഴ്സ് എത്രയാണ്? 3,600ഉം എസ്റ്റിമേറ്റഡ് സെറ്റപ്പ് ടൈം എത്രയാണ്? 400 hours. പവർ എത്രയാണ് വരുന്നുണ്ട്? 0.5 per hour. ഓക്കെ, പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ആൻഡ് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ജോബ്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മെഷീൻ അവർ അല്ല, എന്താ ചോദിച്ചിട്ടുള്ളത്? കോംപ്രഹെൻസീവ് മെഷീൻ അവേഴ്സ് ആണ്. പക്ഷേ ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടുള്ളത് മെഷീൻ അവർ പോലെയാണ് ചെയ്തിട്ടുള്ളത്. മെഷീൻ അവറുടെ ക്വസ്റ്റൻ പോലെയാണ് ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യാം? ടെക്സ്റ്റിലെ സൊല്യൂഷൻ പോലെ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എക്സാം ദ വേർഡ് യൂസ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഡിഫറെൻറ്റ് രീതിക്കാണ് സോൾവ് ചെയ്യേണ്ടത്. അത് ലാസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം പറയാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ ഹവേഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 3600. സെറ്റപ്പ് ടൈം എത്രയാണ്? 400. സോ ടോട്ടൽ ഹവേഴ്സ് എത്രയാണ്? 4000. ശരി. സോ മെഷീൻ ഹവേഴ്സ് ദെൻ സ്റ്റാൻഡിങ് ചാർജസിന് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് വണ് ഫാക്ടറി റെന്റ്. ഫാക്ടറി റെന്റ് എത്രയാണ്? 50,000. നമുക്ക് അറിയേണ്ടത് എന്താണ്? ഒരു മെഷീൻ്റെ ഒരു മണിക്കൂറിൻ്റെ ചിലവ്. ഏത് മെഷീൻ്റെ? ബി എന്ന് പറയുന്ന മെഷീൻ്റെ ഒരു മണിക്കൂറിൻ്റെ ചിലവാണ് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. സോ ഈ ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ടോട്ടൽ ഓവർഹെഡ് ആണ്. നമുക്ക് അറിയേണ്ടതോ മെഷീൻ ബിക്ക് വേണ്ടിയിട്ട് മാത്രം. സോ ടോട്ടൽ ഏരിയ ഓഫ് ദ കമ്പനി എത്രയാണ്? 80,000 സ്ക്വയർ ഫീറ്റ്. ഓക്യുപ്പൈഡ് ബൈ ദ മെഷീൻ ബി എത്രയാണ്? 3,000. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെന്റ് ഫോർ മെഷീൻ ബി എത്രയായിരിക്കും? 50,000 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു എത്ര തൗസൻഡ്? 3,000. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുന്നത്? 1875. ദെൻ നെക്സ്റ്റ് ആണ് ഹീറ്റ് ലൈറ്റിംഗ്. ഹീറ്റ് ലൈറ്റിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണ്? 40,000. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് ലൈറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്. അത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്യും? ഏരിയയുടെ ബേസിൽ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹീറ്റ് ലൈറ്റിംഗ് ഈ 40,000 നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. ഏത് ബേസിൽ? ഈ സെയിം ഏരിയയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. സോ 40,000 ഡിവൈഡഡ് ബൈ 80K ഇൻറ്റു എത്ര? 3K. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് എത്ര കിട്ടുന്നത്? 1500. ദെൻ നെക്സ്റ്റ് ആണ് സൂപ്പർവിഷൻ. സൂപ്പർവൈസർക്ക് കൊടുക്കുന്നത് എത്രയാണ്? 1.5 ലക്ഷമാണ് കൊടുക്കുന്നത്. ഈ സൂപ്പർവൈസർ എത്ര മെഷീൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും? 25 മെഷീൻ. നമുക്ക് അറിയേണ്ടതോ ഒരു മെഷീൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ എത്രയേക്കാരം? 1,50,000 ഡിവൈഡ് ബൈ 25,000 എത്രയേക്കാരം കിട്ടുന്നത്? 6,000. ദെൻ മെഷീൻ ബിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റിസർവ് എമൗണ്ട് എത്രയാണ്? 5,000 ആണ്. അതും എന്തിനാണ്? ഫിക്സഡ് കോസ്റ്റിനാണ്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 14,375. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മണിക്കൂറിൻ്റെ ചെലവ് കാണുന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ് ആണോ വേണ്ടത് അതോ മെഷീൻ ഹവേഴ്സ് ആണോ വേണ്ടത്? ടോട്ടൽ ഹവേഴ്സ് ആണ് വേണ്ടത്. സോ ടോട്ടൽ ഹവേഴ്സ് ഇവിടെ പ്രൊഡക്ഷനിൽ 3,600ഉം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 400ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹവേഴ്സ് എത്ര കിട്ടുന്നത്? 4,000 ആണ് തരുന്നത് ടോട്ടൽ ഹവേഴ്സ് കിട്ടുന്നത്. ദെർഫോർ നമ്മളിവിടെ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സെറ്റപ്പും ഓപ്പറേഷനും. ഓക്കെ, സോ 14,375 ഡിവൈഡ് ബൈ 4,000. ഇവിടെയും എത്ര തന്നെ? 14,375 ഡിവൈഡ് ബൈ 4,000 എത്ര കിട്ടും? 3.59. 3.59. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മെഷീൻ എക്സ്പെൻസ്. മെഷീൻ എക്സ്പെൻസ് എത്രയാണ് വരുന്നത്? മെഷീൻ എക്സ്പെൻസ് ഫസ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ 50,000 മൈനസ് 0 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈഫ് എത്രയാണ്? 10. സോ ഡിപ്രീസിയേഷൻ എത്രയാണ് കിട്ടുന്നത്? 5,000. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് വണ്ണാണ് ട്രിക്കി ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. വേജ് ഓഫ് ഓപ്പറേറ്റർ ഈസ് 24 പെർ ഡേ ഓഫ് 8 hours ഇൻക്ലൂഡിംഗ് ഓൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഹി അറ്റൻഡ്സ് ടു വൺ മെഷീൻ വെൻ ഇറ്റ് ഈസ് അണ്ടർ സെറ്റപ്പ്. സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്താ നോക്കുന്നത്? ഒരു മെഷീനും. മെയിൻ്റെനൻസിൻ്റെ സമയത്ത് എത്ര മെഷീനാണ് നോക്കുന്നത്? 2 മെഷീനാണ് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 രൂപയാണ് 8 മണിക്കൂറിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് എത്രയേക്കാളും ചിലവ് വരുന്നത്? 24 ഡിവൈഡ് ബൈ 8 എത്ര കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര മെഷീനാണ് നോക്കുന്നത്? ഒരു മെഷീൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെറ്റപ്പിൻ്റെ കോസ്റ്റ് പെർ ഹവർ എത്രയായിരിക്കും? 3 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 3. ഓക്കെ, പക്ഷേ ഓപ്പറേഷൻ്റെ സമയത്ത് അയാൾ എത്ര മെഷീനാണ് നോക്കുന്നത്? 2 മെഷീനാണ് നോക്കുന്നത്. സോ 24 ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. പക്ഷേ ഈ 3 rupees വെച്ചിട്ട് പുള്ളി എത്ര മെഷീനാണ് നോക്കുന്നത്? 2 മെഷീനാണ് നോക്കുന്നത്. നമുക്കറിയേണ്ടതോ ഒരു മെഷീൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം? 3 ഇൻറ്റു 1/2 എത്രയാണ് കിട്ടുന്നത്? സെറ്റപ്പ് ടൈമിൽ കിട്ടുന്നത് എത്രയാണ്? 1.5 ആണ് ചെയ്യുന്നത് സെറ്റപ്പ് ടൈമിൽ കിട്ടുന്നത്. സോ ഇത് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ സെറ്റപ്പിൻ്റെ കേസിൽ 3.59 പ്ലസ് ഈ ഹവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ 7.98. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 6.98. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ജോബ് 1108ൻ്റെയും 1102ൻ്റെയും 1308ൻ്റെയും ടോട്ടൽ കോസ്റ്റ്. സോ സെറ്റപ്പിൽ 1108 എത്ര ഹവേഴ്സാണ് യൂസ് ചെയ്യുന്നത്? 80 hours. സോ 80 ഇൻറ്റു എത്രയാണ്? 7.98. കാരണം എന്താണ്? സെറ്റപ്പിന് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ഒരു മണിക്കൂറിന് 7.98. ദെൻ അതേപോലെ തന്നെ ഓപ്പറേഷൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിലോ 130. ഓപ്പറേഷൻ്റെ ഒരു മണിക്കൂറിൻ്റെ ചിലവ് എത്രയാണ്? 6.98. സോ 130 ഇൻറ്റു 6.98. സോ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ എന്തായി? 1545.8. അതേപോലെ എന്ത് ചെയ്യുക? ജോബ് 1308 എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാം. ഇനി ടാക്സ്മാൻ്റെ ബുക്ക് വെച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്തിട്ടില്ല. ആ സൊല്യൂഷൻ റോങ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ സെറ്റപ്പിലും ഓപ്പറേഷനിലും രണ്ടിലും കൺസിഡർ ചെയ്യണം.
നിങ്ങളെ പ്രീവിയസ് ഇയറിലെ ആൻസർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ ടാക്സ്മാൻ സോൾവ് ചെയ്തിട്ടുള്ളത് എന്താണ്? റോങ് ആണ്. ഇതാണ് എന്ത് കറക്റ്റ് മെത്തേഡ്. ഓക്കെ. പക്ഷേ ഇനി എക്സാം ആണല്ലോ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന വേർഡ് കോംപ്രഹെൻസീവ് മെഷീൻ അവർ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മെഷീൻ ആണെന്നുണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് അവർ വെച്ചിട്ടാണ്? മെഷീൻ അവർ വെച്ചിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളത് ഫിക്സഡ് എന്തുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 4000 ടോട്ടൽ അവേഴ്സ്. പക്ഷേ എക്സാം ആളിൽ ക്വസ്റ്റ്യൻ കോംപ്രഹെൻസീവ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ചാർജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് 4000 വെച്ചിട്ടല്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് അവേഴ്സ് വെച്ചിട്ടാണ്? 3600 വെച്ചിട്ടാണ്. കാരണം കോംപ്രഹെൻസീവ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ മെഷീൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ശരി. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് December 25 ക്വസ്റ്റ്യൻ നമ്പർ 3A. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോംപ്രഹെൻസീവ് മെഷീൻ അവറാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ വേർഡ് കോംപ്രഹെൻസീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ടോട്ടൽ അവേഴ്സ് ആണ് എടുക്കേണ്ടത്, അത് മെഷീൻ അവേഴ്സ് ആണ് എടുക്കേണ്ടത്? യെസ്, ഏതാണ് എടുക്കേണ്ടത്? മെഷീൻ അവേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഓക്കെ. സോ ഒറിജിനൽ പ്രൈസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. എനിവേസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് വായിക്കാം. ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ഓഫ് ദ മെഷീൻ subject to depreciation at 10% per annum on original cost 3,24,000. Then next one, normal working hours എത്രയാണ്? 200 ആണ്. മെഷീൻ വർക്ക് ചെയ്യുന്നത് എത്രയാണ്? 75% എന്ത് ചെയ്യുന്നുള്ളൂ? മെഷീൻ വർക്ക് ചെയ്യുന്നുള്ളൂ. വേജസ് ഓഫ് മെഷീൻ മാൻ, ആരതാണ്? മെഷീൻ മാൻ്റെതാണ്. 125 പെർ ഡേ ഓഫ് 8 hours. ഓരോ മണിക്കൂറിന് നമ്മൾ കൊടുക്കുന്നത്, മീൻസ് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നത് 125 രൂപ 8 മണിക്കൂറിന്. വേജസ് ഫോർ എ ഹെൽപ്പർ, അതും എന്തിനാണ്? മെഷീൻ അറ്റൻഡൻ്റ് ആണ്. 75 പെർ ഡേ ഓഫ് 8 hours. പവർ കോസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ടൈം വർക്ക്ഡ്, പവർ എത്രയാണ് വരുന്നത്? 15,000. ദെൻ സൂപ്പർവിഷൻ ചാർജ് അപ്പോർഷൻ ടു ദ മെഷീൻ സെൻറ്റർ ഫോർ ദ മന്ത് എത്രയാണ്? 3,000. ഇലക്ട്രിസിറ്റി തന്നിട്ടുണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ഇത് ആർക്കുള്ളതാണ്? മെഷീൻ ഉള്ളതാണ്. എത്രയാണ്? 17,500. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് അപ്പോർഷൻ ഫോർ ദ ഇയർ എത്രയാണ്? 16,250. അതർ ജനറൽ എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ് എത്രയാണ്? 27,500. ദ വർക്കർ ആർ പെയ്ഡ് എ ഫിക്സ്ഡ് ഡിയറൻസ് അലവൻസ് ഓഫ് 1,575 പെർ മന്ത്. പ്രൊഡക്ഷൻ ബോണസ് പേയബിൾ ടു ദ വർക്കർ ഇൻ ടൈം ഓഫ് ആൻ അവാർഡ് ഈക്വൽ ടു എത്രയാണ്? 33.33% ഓഫ് ബേസിക് വേജസ് ആൻഡ് DA. ആഡ് 10% ഓഫ് ദ ബേസിക് വേജസ് ആൻഡ് DA അലവൻസ് അഗേൻസ്റ്റ് ലീവ് വേജസ് ആൻഡ് ഹോളിഡേസ് വിത്ത് പേ ടു അറൈവ് അറ്റ് കോംപ്രഹെൻസീവ് ലേബർ അവർ വേജ് ഫോർ ഡെപ്റ്റ് ടു പ്രൊഡക്ഷൻ. ഓക്കെ. അപ്പം ലേബേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു 125 മാത്രമല്ല, അവർക്ക് എന്തും കൂടെ കൊടുക്കുന്നുണ്ട്? ഒരു ഫിക്സഡ് അലവൻസും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ബോണസും കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തും കൂടെ കൊടുക്കുന്നുണ്ട്? ബേസിക്കിൻ്റെയും DAയുടെയും ടോട്ടൽ ഒരു 10% കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. സോ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് വർക്കൗട്ട് ചെയ്യാം. ആദ്യം തന്നെ കോംപ്രഹെൻസീവ് മെഷീൻ അവേഴ്സ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. സോ കോംപ്രഹെൻസീവ് മെഷീൻ അവേഴ്സ്. സോ ക്വസ്റ്റ്യനിൽ കോംപ്രഹെൻസീവ് മെഷീൻ അവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കോസ്റ്റ് പെർ ആക്ച്വൽ പ്രൊഡക്റ്റീവ് അവേഴ്സ്. എത്രയാണോ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് വരുന്നത് അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് വന്ന് ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ എത്രയാണ്? 3,24,000. ഇവിടെ ഈ ബാക്കിയുള്ള ഡാറ്റാസ് എല്ലാം തന്നിട്ടുള്ളത് ഇതിലാണ്? പെർ മന്തിലാണ്. സോ ഡിപ്രിസിയേഷൻ 3,24,000 ഇൻറ്റു 10% പെർ ആനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. സോ 3,24,000 ഇൻറ്റു 10% എത്ര കിട്ടുന്നത്? 32,400. നമുക്ക് അറിയേണ്ടതോ ഒരു മാസത്തിനാണ്. സോ ഡിവൈഡ് ബൈ 12 എത്രയാണ് കിട്ടുന്നത്? 2,200. ഇവിടെ ഡിപ്രിസിയേഷൻ ഞാൻ സ്റ്റാൻഡിങ്ങിലാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ സ്റ്റാൻഡിങ്ങിൽ എഴുതിയാലും മെഷീനിൽ എഴുതിയാലും സെയിം ആണ് വരിക. കാരണം എന്താണ്? രണ്ടിലും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 150 വെച്ചിട്ടാണ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സൂപ്പർവൈസർ. സൂപ്പർവൈസർക്ക് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 3,000. അതും നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് ലൈറ്റിംഗ് ഫോർ ദ മന്ത്. മെഷീന് വേണ്ടിയിട്ടുള്ള മാസത്തിലാണ്. സോ മെഷീൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? വരും. സോ എമൗണ്ട് എത്രയാണ് വരുന്നത്? 7,500. ദെൻ ഇൻഷുറൻസും അപ്പോർഷൻ ഫോർ ദ ഇയർ എന്നാണുള്ളത്. അപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓവർ ഹെഡ് പോലെ അലോക്കേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഓവർ ഹെഡ് എവിടെയാണ് വരുന്നത്? ഫിക്സഡിലാണ് വരുന്നത്. 16,750 ഫോർ ദ ഇയർ ആണ്. നമുക്ക് അറിയേണ്ടതോ ഒരു മാസത്തിന്. സോ ഡിവൈഡഡ് ബൈ 12. ദെൻ നെക്സ്റ്റ് ആണ് അതർ ജനറൽ എക്സ്പെൻസും
ഫോർ ദ ഇയർ ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയേണ്ടതോ ഒരു മാസത്തിന്. സോ 27,500 ഡിവൈഡ് ബൈ 12 എത്രയാണ് കിട്ടുന്നത്? 2291.67. സോ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ 16,845.84. നമുക്കറിയേണ്ടതാണെന്നുണ്ടെങ്കിലോ ഒരു മണിക്കൂറിന്. ക്വസ്റ്റ്യനിൽ എന്താണ് വേർഡ് കോംപ്രഹെൻസീവ് ആണ്. സോ ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് അവേഴ്സ് വെച്ചിട്ടാണ്? പ്രൊഡക്റ്റീവ് അവേഴ്സ്. പ്രൊഡക്റ്റീവ് അവേഴ്സ് എത്രയാണ് വരുന്നത്? പ്രൊഡക്റ്റീവ് അവേഴ്സ് ടോട്ടൽ അവേഴ്സ് 200 ആണ്. അതിൽ മെഷീൻ എത്ര പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്നുള്ളൂ? 75%. സോ 200 ഇൻറ്റു 75%. 200 ഇൻറ്റു 75% എത്ര കിട്ടുന്നത്? 150. സോ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര കിട്ടുന്നത്? 112.31. നെക്സ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കൺഫ്യൂഷൻ വരുന്നത്, വേജസ് കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, ഇവിടെ വേജസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മെഷീൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്? മെഷീൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫിക്സഡിലാണ് വരിക അതോ മെഷീനിലാണ് വരിക? മെഷീനിലാണ് എന്ത് ചെയ്യുക വരിക. സോ അതിൻ്റെ കാൽക്കുലേഷനാണ് എന്ത് ചെയ്യുക കൺഫ്യൂഷൻ ആവുക. സോ എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്യാം. ആദ്യം ബേസിക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 125 പെർ ഡേ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ നോർമൽ വർക്കിംഗ് ഒരു മാസത്തിൽ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്? 200 ആണ്. ഒരു ദിവസത്തിലെ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര മണിക്കൂറാണ്? 8 ആണ്. സോ 200 ഡിവൈഡ് ബൈ 8 അടിക്കുകയാണെങ്കിൽ എത്രയാണ് ഒരു മാസത്തിലുള്ള ദിവസം? 25 ദിവസം. ഇവിടെ തന്നിട്ടുള്ളതോ 125 പെർ ഡേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും നമ്മൾ എന്തുമായിട്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഡേയ്സുമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തി എത്രയാണ് ദിവസം വരുന്നത്? 25 ഡേയ്സ് ആണ് വരുന്നത്. സോ 125 ഇൻറ്റു 25 ബേസിക് മെഷീൻ മാൻ എത്ര കൊടുക്കും? 3125. ദെൻ നമ്മുടെ ഹെൽപ്പർക്കാണെന്നുണ്ടെങ്കിലോ 75 ഇൻറ്റു 25 എത്ര കൊടുക്കും? 1875. ഇനി രണ്ടുപേർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഡി എ കൊടുക്കുന്നുണ്ട്. എത്ര കൊടുക്കുന്നത്? 1575, 1575. സോ ടോട്ടൽ ബേസിക് പ്ലസ് ഡി എ എത്ര വരും? മെഷീൻ മാന് 4500, ഇയാൾക്കാണെങ്കിലോ 3450 എന്തെങ്കിലും വരും. ദെൻ നെക്സ്റ്റ് വണ് എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കുന്നുണ്ട്. എത്ര? 33% എന്തിൻ്റെ മേലെ? ബേസിക്കും ഡി എയും കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ മേലെ. സോ 4700 ഇൻറ്റു 33.33% എത്രയാണ് കിട്ടുന്നത്? 1567. ഇവിടെ ആണെങ്കിലോ 1157. ഇനി ലീവ് വേജും കൊടുക്കുന്നുണ്ട്. എത്ര? 10%. അതും എന്തിൻ്റെ മേലെയാണ്? ബേസിക്കിൻ്റെയും ഡി എയുടെയും മേലെ. സോ 4700 ഇൻറ്റു 10% എത്ര കിട്ടും? 470. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ മാന് ഒരു മാസം നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 6737. ഇയാൾക്കാണെങ്കിലോ 4945. ഇവരുടെയും ടോട്ടൽ അല്ല നമുക്കറിയേണ്ടത്. നമുക്കറിയേണ്ടത് എന്താണ്? ഒരു മണിക്കൂറിന് എത്ര എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. സോ ഒരു മണിക്കൂറിന് എത്ര എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ ഒരു മാസത്തിന് കണ്ടെത്തി എത്രയാണ്? 6737. ഇവിടെ എത്ര? 4945. ദെൻ നെക്സ്റ്റ് ആണ് റിപ്പയർസ്. റിപ്പയർസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റിപ്പയർസ് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 17500. അത് എന്തിലാണ് തന്നിട്ടുള്ളത്? ഓൾറെഡി മന്തിലാണ് തന്നിട്ടുള്ളത്. സോ 17500. ദെൻ നെക്സ്റ്റ് വണ് പവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മെഷീന് വേണ്ടിയിട്ട് ഫോർ ദ ടൈം വർക്ക്ഡ് എത്രയാണ് വരുന്നത്? 15,000. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ആണെങ്കിൽ മെഷീൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നത്? 44,152. അത് നമ്മൾ എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 150 ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? ഒരു മണിക്കൂറിൻ്റെ ചാർജ് 294.52. സോ ടോട്ടൽ കോസ്റ്റ് പെർ മെഷീൻ അവർ എന്ന് പറയുമ്പോൾ ഫിക്സഡും വേരിയബിളും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടുന്നത്? 406.83. അല്ലാന്നുണ്ടെങ്കിലോ 406.86. Okay, so June 25 question number 3A. Following details are taken from the books of ABC Limited for the month of October. അപ്പോൾ തന്നിട്ടുള്ള എന്താണ്? ഒരു മാസത്തിന്റെ ഡാറ്റയാണ്. ഇൻഡയറക്ട് മെറ്റീരിയൽ, വേജസ്, അതർ എക്സ്പെൻസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി അലോക്കേഷൻ അടക്കം ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. സോറി, അതർ എക്സ്പെൻസിന്റെ അലോക്കേഷൻ തന്നില്ല. ബാക്കിയുള്ള മെറ്റീരിയലിന്റെ വേജസിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? അലോക്കേഷൻ തന്നിട്ടുണ്ട്. മീൻ ചാർജ്, ദെൻ ഡിപ്രിസിയേഷൻ തന്നിട്ടുള്ള എന്താണ്? 6% പെർ ആനത്തിലാണ്, കൊല്ലത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. സോ അതേപോലെ തന്നെ അതർ എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യാനുള്ള ബേസിസും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബേസിസ് കറക്റ്റ് എന്ത് ബേസിസിനാണ് ചിലവ് ഉണ്ടാകുന്നത് ആ ബേസിസ് വേണം എന്ത് ചെയ്യാൻ? അലോക്കേറ്റ് ചെയ്യാൻ. ദെൻ സർവീസ് റെൻഡേഡ് ബൈ ദ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ആർക്കാണ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ. അതേപോലെ തന്നെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റും ആർക്കാണ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഏത് മെത്തേഡിലാണ് വരുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഡയറക്റ്റ് ആണോ, ദെൻ സ്റ്റെപ്പ് ആണോ, ദെൻ റിപ്പീറ്റഡ് ആണോ? ഇവ ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡാണ്. സോ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോയിങ് ഓൾ ദ അലോക്കേഷനും പിന്നെ എന്ത് ചെയ്യണം? ടോട്ടൽ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആദ്യം നമ്മൾ ഇതിനെ രണ്ട് സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്യും. ഏതൊക്കെയാണ്? ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ.
സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇൻഡയറക്റ്റ് മെറ്റീരിയലും വേജസും ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫോർമാറ്റ് എന്തൊക്കെയാണ്? പെർട്ടിക്കുലേഴ്സ്, ബേസിക്സ്, ടോട്ടൽ, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ആ റേഷ്യോസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡയറക്റ്റ് മെറ്റീരിയലും വേജസും തന്നിട്ടുള്ള പെർസെൻറ്റേജിലും നമ്മൾ എന്ത് ചെയ്തു? എഴുതും. ദെൻ നെക്സ്റ്റ് വന്ന് പവർ. പവർ നമ്മൾ എന്തിന്റെ ബേസിസിലായിരിക്കും ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ? ഏരിയ ആണോ, ക്യാപിറ്റൽ ആണോ, കിലോവാട്ട് ഹവർ ആണോ, നമ്പർ ഓഫ് എംപ്ലോയീസ് ആണോ? ഏതിന്റെ ബേസാണ് മോസ്റ്റ് സ്യൂട്ടബിൾ? കിലോവാട്ട് ഹവർ. സോ ഈ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു? പവറിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് വന്ന് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ അധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഡിപ്രിസിയേഷൻ എങ്ങനെയാണ്? ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ പറയുന്നുള്ളത് 6% പെർ ആനത്തിലാണ്. എന്തിന്റെ മേലെ? ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്. എക്സിന് എത്രയാണ്? 20 ലാക്ക്. സോ 20 ലാക്ക് ഇൻറ്റു 6%. ഈ കിട്ടുന്ന ആൻസർ എന്താ? 12 മാസം, ഒരു കൊല്ലത്തിനാണ്. നമുക്ക് അറിയേണ്ട എന്താ പറയുന്നത്? ഒരു മാസത്തിനാണ്. സോ ഇൻറ്റു 1/12. സോ 2 ലാക്ക് ഇൻറ്റു 6% ഇൻറ്റു 1/12. ഡിപ്രിസിയേഷൻ എത്രയാണ് കിട്ടുന്നത്? 10,000. ഇത് മനസ്സിലാവുന്നില്ല. ഇതാണ് അതിലെ പിള്ളേരും ചെയ്യുന്നത്, തെറ്റിക്കുന്നത്, ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അതും കഴിഞ്ഞ ശേഷം റെന്റ് ആൻഡ് റേറ്റ്സ്. റെന്റ് ആൻഡ് റേറ്റ്സ് എന്തിന്റെ ബേസിസിലായിരിക്കും? ഏരിയയുടെ ബേസിൽ. ദെൻ ഇൻഷുറൻസ് ഓഫ് അസറ്റ്. ഇൻഷുറൻസ് ഓഫ് അസറ്റ് എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്? അസറ്റിന്റെ മേലാണല്ലോ. അപ്പോൾ ഇത് എന്തിന്റെ ബേസിസിലായിരിക്കും? നമ്മുടെ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റിന്റെ ബേസിൽ അലോക്കേറ്റ്. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അത് കഴിഞ്ഞ ശേഷം അടുത്ത എന്താ ചെയ്യാനുള്ളത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സോ നെക്സ്റ്റ് അടുത്ത ബോക്സ് ഉണ്ടാക്കാം, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ആദ്യം എന്തെടുത്ത് എഴുതാൻ മറക്കരുത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ട് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് കഴിഞ്ഞ ശേഷം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഏത് റേഷ്യോയിലാണ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 50:30:20. ദെൻ നെക്സ്റ്റ് വണ് ഇവിടെ അടുത്തത് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് ഏത് റേഷ്യോയിലാണ്? 40:40:20. ആ റേഷ്യോയിലും കൂടി എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം. ദെൻ ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്, വൈ, സെഡ്. ഇവിടെ ശരിക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റും കൂടെ ഉണ്ടാവും. അവിടെ എന്തായി മാറിയിട്ടുണ്ടാവും? 0 ആയി മാറിയിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ കൺഫ്യൂഷൻ എന്താണ്? ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ മാത്രമേ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ഡാറ്റയും മനസ്സിലാണ്. ഡിപ്രിസിയേഷൻ എന്തെല്ലാം പിന്നുള്ളത് പെർ ആനത്തില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് അടുത്തത് December 24 ക്വസ്റ്റ്യൻ നമ്പർ 3A. ഓക്കെ, ഒരുപാട് പിള്ളേർ ഡൗട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. Dawson Limited manufacture a single product. It recovers factory overhead at a predetermined rate of 20 per man days. Already recovery rate calculate ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 20 per എന്തിന്റെ മേലാണ്? man days ന്റെ മേലാണ്. During the year 23-24, the total factory overhead incurred and the man actually worked were 35,50,000 ആണ് ചെയ്തത്. പോക്കറ്റിന് പോയിട്ടുള്ളത്. വർക്ക് ചെയ്യുന്നത് 1.5 lakh ഡേയ്സ് ആണ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് 35,50,000. ഈ 35 ലക്ഷത്തിൽ 2 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈക്ക് പീരീഡിൽ കൊടുത്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 1 lakh വാസ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് ഇയർ ബുക്ക്ഡ് ഇൻ ദ കറന്റ് ഇയർ. 1 ലക്ഷം എന്താണ്? കഴിഞ്ഞ കൊല്ലത്തേക്ക് വേണം. During the period, 50,000 units were sold. At the end of the period, 12,000 units completed units were held in stock, but there was no opening stock of finished goods. Similarly, there was no stock of uncompleted units at the beginning of the period. But at the end of the period, there were 20,000 uncompleted units, which may be treated as 65% complete in all respects. On investigation, it was found that 40% of the unabsorbed overhead were due to factory inefficiencies. Such were attributable to increase in cost of indirect material and indirect labor. Calculate the amount of unabsorbed overhead during 23-24. നമുക്ക് ആദ്യം എന്താ വേണ്ടത്? അണ്ടർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അണ്ടർ അബ്സോർപ്ഷൻ നമ്മൾ കൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ് ആണ്? അബ്സോർബ്ഡ് ഓവർഹെഡും ആക്ച്വൽ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർ അബ്സോർപ്ഷൻ അല്ലാന്നുണ്ടെങ്കിലോ ഓവർ അബ്സോർപ്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആക്ച്വൽ ഓവർഹെഡ് എത്രയാണെന്നുള്ളത് അറിയണം. ആക്ച്വൽ ഓവർഹെഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ള എത്രയാണ്? 35,50,000 ആണ്. പക്ഷെ അതില് 2 ലക്ഷം നമ്മൾ ഗ്രോസ് പ്രൊഡക്ഷൻ വേജസ് നമ്മൾ കൊടുത്തത് എത്രയാണ്? 35,50,000. അതിൽ 2 ലക്ഷം എന്താണ്? സ്ട്രൈക്കിന്റെ പീരീഡ് കൊടുത്തതാണ്. ആ സമയത്ത് വല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആ 2 ലക്ഷം കൊടുത്തതെന്നുള്ളത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ 2 lakh നമ്മൾ ഒഴിവാക്കും. അതേപോലെ തന്നെ 1 ലക്ഷം എന്താണ്? കഴിഞ്ഞ കൊല്ലത്തതാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ 1 ലക്ഷം ഇപ്രാവശ്യം കൊടുത്തെന്ന് പറഞ്ഞാൽ ആ 1 ലക്ഷം നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണോ? അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറന്റ് പ്രൊഡക്ഷൻ വേജസ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 32,50,000 ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആക്ച്വൽ ഓവർഹെഡ്. ഇതാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, അതായത് ഈ ഒരു പീരീഡിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ദെൻ ഓവർഹെഡ് അബ്സോർബ്ഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റിക്കവറി റേറ്റ്
ഇൻറ്റു ആക്ച്വൽ ബേസ് ക്വാണ്ടിറ്റി. റിക്കവറി റേറ്റ് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 20 പെർ മാൻഡേസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? ആക്ച്വൽ മാൻഡേസ്. ആക്ച്വൽ മാൻഡേസ് എത്രയാണ്? 1,50,000. എത്ര കിട്ടുന്നു? 30 ലാക്ക്. അപ്പോൾ പോക്കറ്റിൽ നിന്ന് പോയത് 32,50,000, അക്കൗണ്ട് ചെയ്തത് 30 ലാക്ക്. സോ ഇവിടുത്തെ ഡിഫറൻസ് 2,50,000 എന്തായാലും അണ്ടർ അബ്സോർപ്ഷൻ. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈ അണ്ടർ അബ്സോർപ്ഷനിൽ 40% ഇൻഎഫിഷ്യൻസി കാരണമാണ്, ഇവരുടെ പോരായ്മ കൊണ്ട്. അപ്പോൾ ഇൻഎഫിഷ്യൻസി പറഞ്ഞാൽ അത് നോർമൽ ലോസ് ആണോ അബ്നോർമൽ ലോസ് ആണ്? ഈ 40% എന്ന് പറയുന്നതാണ് അബ്നോർമൽ ലോസ് ആണ്. സോ 2,50,000 40% 1 lakh അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൊഡക്റ്റിലോട്ടാണ് ചാർജ് ചെയ്യുക, അത് പോസ്റ്റിംഗ് ചെയ്യാനിലോട്ടാണ് ചാർജ് ചെയ്യുക? ഏതിലോട്ട് ചാർജ് ചെയ്യുക? പോസ്റ്റിംഗ് ചെയ്യാനിലോട്ട്. സോ ഈ അബ്നോർമൽ 1 lakh നമ്മൾ എങ്ങോട്ടാണ് ചാർജ് ചെയ്യുന്നത്? പോസ്റ്റിംഗ് ചെയ്യാനിലോട്ട് ചാർജ് ചെയ്യുന്നത്. ദെൻ ബാക്കി വരുന്ന നോർമൽ 60%-ലെ 1,50,000. ഈ 1,50,000 നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് വെച്ചിട്ട് ചെയ്യും? ഒന്നെങ്കിൽ റൈറ്റ് ഓഫ് റൈറ്റ് ബാക്ക്, അല്ലാന്നുണ്ടെങ്കിലോ സപ്ലിമെന്ററി റേറ്റ്. ഇവിടെ സപ്ലിമെന്ററി റേറ്റിന്റെ ഇൻഫർമേഷൻ തന്നിട്ടുകൊണ്ട് നമ്മൾ ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത്? സപ്ലിമെന്ററി റേറ്റിന്റെ മെത്തേഡിലാണ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. സോ ആദ്യം എന്ത് ചെയ്യണം? 2 സ്റ്റെപ്പിലാണ് സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? അണ്ടർ അബ്സോർപ്ഷൻ ഓർ ഓവർ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇക്വാലന്റ് ഡബ്ല്യു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിത്ത് യൂണിറ്റിന്റെ ചെലവ് ഇവിടെ യൂണിറ്റ്സിലാണ് വന്നത്. ആ എത്രയാണ്? 50,000. ദെൻ ബാക്കി ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര അവിടെ ബാക്കിയുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്കിൽ 12,000. ദെൻ WIP എത്രയുള്ളത്? 20,000. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഇക്വാലന്റ് WIP ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ 65% എന്താണ്? കംപ്ലീറ്റഡ് ആണ്. സോ 20,000 into 65% എത്രയാണ് കിട്ടുന്നത്? 30,000. സോ റിക്കവറി റേറ്റ് എത്ര കിട്ടും? 2 കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 3 പേർക്ക് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. സോ എന്ത് ചെയ്താൽ മതി? ആ യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ റിക്കവറി റേറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. Then next June 24, question number 3A. Moon Limited has 3 production department and 2 service department. The overhead distribution sheet of the company show the following totals. Production department and service department amount ennulladu. Working hours of production department are A working എത്ര മണിക്കൂറാണ്? 12,452. B ആണെങ്കിലോ 8,056. C ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ given that 2 service department caters to the need of 3 production department as per the following schedules in percentage. Okay. X ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്? A, B, C. then ആർക്കും കൊടുക്കുന്നുണ്ട്? Y ന് കൊടുക്കുന്നുണ്ട്. Y ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്? A, B, C. ആർക്കും കൊടുക്കുന്നുണ്ട്? X ന് കൊടുക്കുന്നുണ്ട്. അതിൽ ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് ആണോ? സ്റ്റെപ്പ് ആണോ? റെസിപ്രോക്കൽ ആണോ? X Yക്കും കൊടുക്കുന്നുണ്ട്, Y X നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് മെത്തേഡ് വരുന്നത്? റെസിപ്രോക്കൽ ആണ് വരുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. Calculate the total overhead of production department distribution using simultaneous equation method. ഏത് മെത്തേഡിലാണ് സോൾവ് ചെയ്യേണ്ടത്? simultaneous equation. simultaneous equation നമ്മൾ 2 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 3 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1 ഫോമിംഗ് ഇക്വേഷൻ, സോൾവിംഗ് ഇക്വേഷൻ, അലോക്കേഷൻ. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഫോം ചെയ്യണം. സോ ഫസ്റ്റ് ഒന്ന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? എന്റെ കേസിൽ 3,02,000, 2,88,000, 3,86,000, ദെൻ 46,750, ദെൻ നെക്സ്റ്റ് 15,750. സോ സ്റ്റെപ്പ് 1 എന്താണ്? ഇക്വേഷൻ ഫോം ചെയ്യണം. വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? വെർട്ടിക്കൽ. സോ x is equal to 46,250 പ്ലസ് 10% പറഞ്ഞാൽ 0.1 ആരുടെ? വൈൻ്റെ. സോ 0.1 വൈ. ദെൻ അടുത്ത ഇക്വേഷനോ y is equal to 15,750 പ്ലസ് 10% പറഞ്ഞാൽ എന്താണ്? 0.1 ആരുടെ? എക്സിന്റെ. രണ്ട് ഇക്വേഷൻ ആയില്ലേ? സോ ഇക്വേഷൻ എന്ത് ചെയ്തു? ദെൻ നെക്സ്റ്റ് അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോൾവിംഗ് ഇക്വേഷൻ. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ x is equal to 46,250 പ്ലസ് 0.1 ഇൻറ്റു വൈക്ക് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 15,750 പ്ലസ് 0.1 എക്സ്. സോ ഇവിടെ 0.1 ഇൻറ്റു 15,750 എന്ത് കിട്ടും? 1,575. 0.1 ഇൻറ്റു 0.1 എന്ത് കിട്ടും? 0.01 എക്സ്. ഓക്കെ. ഇതിൽ നമ്മൾ എക്സിനെ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 48,308 എക്സ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഇട്ടാൽ വൈ ഇതേം കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 20,551. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? അലോക്കേഷൻ. അലോക്കേഷന് ഫസ്റ്റ് നമ്മൾ എന്താ പറ്റിക്കുക? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യില്ല? ഇത് ചെയ്തില്ല. സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ എമൗണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല? ഇത് ചെയ്തില്ല. സോ ആദ്യം എന്ത് ചെയ്തു? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എഴുതി. പിന്നെ നമ്മൾ എന്താ പറ്റിക്കുക?
ഈ ഫിഗർ എടുത്തിട്ട് എന്ത് ചെയ്യും അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് അല്ല കണ്ടെത്തിയിട്ടുള്ള എക്സിൻ്റെ എമൗണ്ട്. അപ്പോൾ കണ്ടെത്തിയിട്ടുള്ള എക്സിൻ്റെ എമൗണ്ട് എത്ര 48 308 ഏത് റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്യും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഈ പെർസെൻറ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും അലോക്കേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് അടുത്ത് ഇനി അലോക്കേറ്റ് ചെയ്യാനുള്ളത് വൈനാണ് ചെയ്യാനുള്ളത്. വൈനെ നമ്മൾ എന്ത് ചെയ്യും ഈ കണ്ടെത്തിയിട്ടുള്ള എമൗണ്ട് ആണ് ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്യുന്നത് ഏത് റേഷ്യോയിൽ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള റേഷ്യോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതെല്ലാം കൂടെ അലോക്കേറ്റ് ചെയ്യണം ഇൻപുട്ട് കിട്ടും സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി കിട്ടും. ഓക്കെ, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി കിട്ടി. അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താ ചെയ്തിട്ടുള്ളത് പെർ ഹവർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒരു മണിക്കൂറിന്റെ ചെലവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അവരുടെ ഹവേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ എയറിന്റെ ഹവർ എന്ന് പറയുന്നത് എത്രയാണ് 12,452. സോ ഹവർ റേറ്റ് എത്രയായിരിക്കും 3,19,894 ഡിവൈഡ് ചെയ്ത് 12,452 എത്ര കിട്ടുന്നു 25,65. അതേപോലെ എന്ത് ചെയ്യുക ബാക്കിയുള്ളത് വർക്ക് ചെയ്ത്. ഓക്കെ.